നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സൂപ്പർ പ്രൈം ടൈമിലേക്ക് സ്വാഗതം. 10 വർഷത്തെ ഭരണത്തിന് ശേഷം ഇടതുപക്ഷം ഇന്ന് പ്രതിപക്ഷത്താണ്. രാഷ്ട്രീയമായി പ്രതിപക്ഷം കഴിഞ്ഞ 50 ദിവസങ്ങളിൽ പല വിഷയങ്ങൾ കൊണ്ടുവന്നു. ആദ്യം PM ശ്രീ ഒപ്പിട്ടതാരാണ് എന്ന ചോദ്യത്തിൽ അത് തീർന്നു. പിന്നെ വന്നു വീര്യം കുറഞ്ഞ മദ്യം, ഭേദഗതി കൊണ്ടുവന്നത് നിങ്ങളല്ലേ എന്ന ചോദ്യത്തിൽ അതും തീർന്നു. അടുത്തതാണ് വിഴിഞ്ഞം. പാർട്ടി മുഖപത്രത്തിൽ ഇടത് ദീർഘവീക്ഷണത്തിന്റെ ഖണ്ഡകാവ്യം വന്നു. പെട്ടെന്നാണ് പ്രതിപക്ഷ നേതാവും പിന്നാലെ പാർട്ടി സെക്രട്ടറിയും അഴിമതിയും ഡീലും അദാനിയും ഒക്കെയായി കളം പിടിച്ചത്. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷും ജോൺ ബ്രിട്ടാസും അത് ഏറ്റെടുത്തു. പക്ഷെ പിന്നെ കണ്ടത് വെട്ടാണ്, തിരുത്താണ്. എന്തഴിമതിയെന്ന് EP ജയരാജൻ, ദിവ്യയെ മാറ്റിയതിൽ എന്താണ് തെറ്റെന്ന് KK ശൈലജ, സ്വാഭാവിക നടപടിയല്ലേ എന്ന് PK ശ്രീമതി. ഇതാദ്യത്തേതല്ല. വിമതരെ തിരിച്ചെടുക്കുന്നതിൽ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വത്തിൽ വിമത സ്വരങ്ങൾ കേട്ടു തുടങ്ങി. കണ്ണൂരിലെ കോട്ടകളിൽ വിള്ളൽ വീണോ? പിണറായിക്കെതിരെ പടനീക്കമുണ്ടോ? വിഴിഞ്ഞത്തെ കപ്പൽ കണ്ണൂരിൽ മുങ്ങുമോ? നമുക്കൊപ്പം അതിഥികളായി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, രാഷ്ട്രീയ നിരീക്ഷകൻ, ഡോക്ടർ MN കാരശ്ശേരി, രാഷ്ട്രീയ നിരീക്ഷകൻ, KG ജ്യോതിർഘോഷ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, ഇടത് സഹയാത്രികനായ രാജേഷ് ചിറപ്പാട് എന്നിവരാണ് അതിഥികളായി ചേർന്നത്. ആദ്യം ശ്രീ രാജേഷ് ചിറപ്പാട്, ഈ ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പ്രതിപക്ഷം കൊണ്ടുവന്നിരിക്കുന്ന സർക്കാരിനെതിരെ, മുഖ്യമന്ത്രിക്കെതിരെ നേരിട്ട് അഴിമതി ആരോപണമാണ് വിഴിഞ്ഞത്തെ വിദേശ നിക്ഷേപം. അദാനി VD സതീശൻ ഡീൽ എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അതിൽ ഇന്നും ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഇതിൻ്റെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്നോടല്ലേ ചോദ്യം? അതെ, എന്നോടാണോ ചോദ്യം? അതെ. അപ്പോൾ അതിനകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിപ്പം KK ശൈലജ ടീച്ചർ തന്നെ നിങ്ങൾ മാതൃഭൂമി കുറച്ച് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചപ്പോൾ നിങ്ങളുടെ മാതൃഭൂമി ചാനലിൽ തന്നെ ശൈലജ ടീച്ചറിൻ്റെ ഒരു ബൈറ്റ് കാണുകയുണ്ടായി. അപ്പോൾ ഇത് ഇത്രമാത്രം വലിയൊരു പാർട്ടിക്കുള്ളിൽ എന്തോ വലിയ സംഘർഷമാണ്, വലിയ അഭിപ്രായ വ്യത്യാസമാണെന്നുള്ള തലത്തിലുള്ളൊരു നരേഷൻ ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിലുള്ള പ്രശ്നത്തിൽ നിന്ന് വഴിതിരിച്ചു വിടുകയും യഥാർത്ഥത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതാക്കന്മാർ പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ട് പല തട്ടുകളിലാണ് പിണറായിക്കെതിരെ പടയൊരുക്കും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് ഈ വിഷയത്തിൻ്റെ യഥാർത്ഥ പ്രശ്നത്തെ മറച്ചു വെക്കുകയോ അല്ലെങ്കിൽ അതിനെ വഴിതിരിച്ചു വിടുകയോ ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ഇതിനകത്തുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം വളരെ കൃത്യമായിട്ട് VD സതീശൻ യഥാർത്ഥ വിഷയം നമ്മൾ ദീർഘകാലമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ആഴ്ചകളോളം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന യഥാർത്ഥ വിഷയമുണ്ട്. ആ വിഷയത്തെക്കുറിച്ച് എന്താണ്? വിഴിഞ്ഞം ഇൻ്റർനാഷണൽ സീ പോർട്ടിൽ MD ആയിട്ടുള്ള ദിവ്യ S അയ്യർ എന്തുകൊണ്ടാണ് അവരെ മാറ്റിയത്? അതിൻ്റെ പിന്നിൽ കൃത്യമായിട്ടുള്ള ഒരു രാഷ്ട്രീയം ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. കാരണം എന്താണ്? കോൺഗ്രസിൻ്റെ സമുന്നതനായ കോൺഗ്രസിൻ്റെ K കാർത്തികൻ എന്ന് പറയുന്ന കോൺഗ്രസ് നേതാവിൻ്റെ മകനായിട്ടുള്ള മുൻ MLA ആയിട്ടുള്ള കൗൺസിലറായിട്ടുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലറായിട്ടുള്ള കോൺഗ്രസിൻ്റെ നേതാവായിട്ടുള്ള ശബരിനാഥൻ്റെ ഭാര്യയാണ്. അപ്പോൾ അപ്പം സാധാരണഗതിയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണ്? അപ്പോൾ LDF ആണ് അവരെ വിഴിഞ്ഞം പോർട്ടിൻ്റെ LDF ഭരിക്കുമ്പോഴാണ് വിഴിഞ്ഞം പോർട്ടിൻ്റെ MD ആയി നിയമിക്കപ്പെടുന്നത്. അവർ ആ രീതിയിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു കാര്യമാണ് അവർ ചെയ്തിട്ടുള്ളത് പലതരത്തിലും. അപ്പോൾ അതിൻ്റെ ഭാഗമായി അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങളുണ്ട് അതിനകത്ത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ കാര്യം ഇന്ന് പാർട്ടി പത്രമായ ദേശാഭിമാനിയിൽ പാർട്ടി സെക്രട്ടറിയും എഴുതിയിട്ടുണ്ട്. ദിവ്യ S അയ്യരെ നീക്കിയതും അദാനിയെ സഹായിക്കാനല്ലേ എന്ന ചോദ്യം. അതിന് ഇന്ന് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ കേന്ദ്ര കമ്മിറ്റി അംഗം PK ശ്രീമതി ടീച്ചർ തന്നെ മറുപടി നൽകിയിട്ടുണ്ടെന്ന്. നമുക്ക് ശ്രീമതി ടീച്ചറുടെ പ്രതികരണം ഒന്ന് കേൾക്കാം. അല്ല, കണ്ണൂർ ജില്ലാ സെക്രട്ടറി മാത്രം എന്തിനു പറയുന്നു എന്നുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിച്ചത്. അത് അദ്ദേഹത്തിനോട് കൂടി ചോദിക്കുമ്പം വ്യക്തമാവും. എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്കും അറിയില്ല. എന്തുകൊണ്ടാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി അങ്ങനെ ഒരു പ്രസ്താവന ഇറക്കിയത് എന്ന് ഞാൻ ചോദിച്ചില്ല. KK രാഗേഷിനെ അനുകൂലിക്കുന്നില്ല. അല്ല, അനുകൂലിക്കുകയോ പ്രതികൂലിക്കുകയോ ചെയ്യുക എന്നുള്ളതല്ല. അദ്ദേഹം ചില പ്രസ്താവനകൾ നടത്തി. ആ പ്രസ്താവനകൾ നടത്തിയതിൻ്റെ അതിന് സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ ആളുകൾക്ക് ബോധ്യപ്പെടും. ഇപ്പൊ താങ്കൾ നേരത്തെ പറഞ്ഞു മാധ്യമങ്ങൾ നരേഷൻ ഉണ്ടാക്കുകയാണെന്നുള്ളത്. കേന്ദ്ര കമ്മിറ്റി അംഗത്തിന് ബോധ്യപ്പെട്ടിട്ടില്ല. അല്ല, അതിനകത്തൊരു ഇപ്പം തന്നെ നമ്മൾ കേട്ടതാണല്ലോ ശ്രീമതി ടീച്ചർ എന്താ പറഞ്ഞത്. അതിനകത്തൊരു വിവാദം എന്നുള്ളതിനപ്പുറത്തേക്ക് അല്ല, ഇതിനകത്ത് നമുക്ക് സംശയാസ്പദമായ കാര്യങ്ങളുണ്ടെന്നുള്ള കാര്യത്തിൽ വസ്തുതയുണ്ടല്ലോ. കാരണം അപ്പം യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട ഒരു നേതാവിൻ്റെ പത്നിയായിട്ടുള്ള UDF കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു ആൾ അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള LDF ബാന്ധവമുള്ള ഒരാളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള മാറ്റങ്ങൾ, രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ മാറ്റങ്ങൾ പല മണ്ഡലത്തിൽ പല മേഖലകളിൽ നടക്കുന്നത് പോലെ നടക്കാം. പക്ഷേ ദിവ്യ S അയ്യരെ സംബന്ധിച്ചിടത്തോളം അത് സംശയാസ്പദമായിട്ട് ഈ മാറ്റത്തിൻ്റെ പിന്നിൽ സംശയാസ്പദമായ കാര്യമുണ്ട്. കാരണം എന്താണ്? കരാർ വ്യവസ്ഥകൾ ലംഘിച്ചതിന് 15 കോടി ഉറുപ്പിക
പിഴയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളുണ്ട്. അപ്പം അദാനിയും മുഖ്യമന്ത്രിയും UDF-ഉം തമ്മിലുള്ള കൂട്ടുകെട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള പല വിഷയങ്ങളിലും ദിവ്യ തടസ്സമാകാം എന്നുള്ള ഒരു രാഷ്ട്രീയമായിട്ടുള്ളൊരു വിഷയം ആണ് പിന്നെ സഖാവ് കെ രാഗേഷ് ഉന്നയിച്ചത്. അതിൽ കഴമ്പുണ്ട്, അത് വസ്തുതയാണ്. അപ്പോൾ അത് അത്തരം കാര്യങ്ങളല്ല പറഞ്ഞത്. സ്വാഭാവികമായിട്ടും അങ്ങനെ ആളുകളെ മാറ്റുന്നുണ്ട്. കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി ആണെങ്കിൽ അതിനേക്കാൾ മേൽത്തട്ടിൽ ഇരിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗം, അടുത്ത കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന് പറയുന്നു വിവാദമില്ലെന്ന്. അതുകൂടി കേൾക്കാം. വിവാദത്തിലേക്ക് പോയി അതിൻ്റെ പ്രവർത്തനങ്ങളെ നിർജീവമാക്കുന്നത് കേരളത്തിന് ഗുണകരമല്ല. നമ്മുടെ കേരളത്തിൻ്റെ പൊതു താല്പര്യമാണ് നമ്മൾ സംരക്ഷിക്കേണ്ടത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അദാനി തന്നെ ആ കാര്യങ്ങൾ ഇപ്പോൾ വിശദീകരിച്ചിട്ടുണ്ടെന്നാണ്. ഇപ്പോൾ അതിൽ വലിയ തർക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അദാനി വിശദീകരിച്ചു കഴിഞ്ഞു, പിന്നെ എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നത് നിങ്ങളുടെ നേതാവാണ് സഖാവ് EP. അല്ല, ഈ തർക്കത്തിൻ്റെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുന്ന ഈ തർക്കത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പോൾ ശ്രീമതി ടീച്ചർ തന്നെ പറഞ്ഞ കാര്യം മനസ്സിലായില്ലേ? ഇതിപ്പോൾ കെ രാഗേഷും ശ്രീമതി ടീച്ചറും തമ്മിലുള്ള തർക്കത്തിൻ്റെ വിഷയമാണോ അവിടെ? അല്ലെങ്കിൽ പിണറായി വിജയനും EP ജയരാജനും ശൈലജ ടീച്ചറും PK ശ്രീമതി ടീച്ചറും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ എന്തെങ്കിലും ഒരു അവസ്ഥ ഇവിടെ നിലനിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ പാർട്ടിയിൽ അങ്ങനെ എന്തെങ്കിലും, പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അടക്കം പാർട്ടിക്ക് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പാർട്ടിക്കകത്ത് പരിശോധിക്കും. പാർട്ടിക്കകത്ത് പരിശോധിച്ച് അതിൻ്റെതായ അഭിപ്രായം രൂപപ്പെടുത്തും. അതാണ് സംഘടനാപര CPIM-ൻ്റെ ഞാൻ പറഞ്ഞു തീരട്ടെ. CPIM-ൻ്റെ സംഘടനാപരമായ രീതി അതാണ്. മനസ്സിലായില്ലേ? അല്ലാതെ ഇവർ തമ്മിൽ ഈ പറയുന്ന നേതാക്കന്മാർ തമ്മിൽ ഈ വിഷയത്തിൽ എന്തോ ഭയങ്കര തർക്കമുണ്ടെന്നുള്ള രീതിയിലുള്ളൊരു നരേഷൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എന്താണ് CPM-ൻ്റെ നേതാക്കന്മാർ അല്ലെങ്കിൽ CPM-നെ ഏതെങ്കിലും തരത്തിൽ പ്രതിക്കൂട്ടിലാക്കുക, അവരെ പിന്നെ മോശമായി ചിത്രീകരിക്കുന്നതിനപ്പുറത്തേക്ക് ഒന്നും അല്ലത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അല്ലാതെ എന്താണ് എല്ലാ ചാനലുകളും ഇത് എന്തോ വലിയ അഭിപ്രായ വ്യത്യാസം. യഥാർത്ഥ പ്രശ്നം അതല്ലല്ലോ. യഥാർത്ഥ പ്രശ്നം പിന്നെ ഈ പറഞ്ഞതുപോലെ പിന്നെ ഈ കുത്തക കമ്പനികൾ, കോർപ്പറേറ്റുകൾ ഇവിടെ വന്ന് അദാനിയിൽ നിന്ന് 45% MSC പോലുള്ള കമ്പനികൾ വന്ന് 40% ഷെയർ മേടിക്കുന്നു. 45% ഷെയർ മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന സുരക്ഷയുടെ പ്രശ്നങ്ങളുണ്ട്, കോർപ്പറേറ്റ് വൽക്കരണത്തിൻ്റെ പ്രശ്നമുണ്ട്, അതിൻ്റെ കുത്തക വൽക്കരണത്തിൻ്റെ പ്രശ്നമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഈ ലോകത്തിൻ്റെ തന്നെ, ഏഷ്യയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട, ഇന്ത്യയുടെ തന്നെ വളരെ പ്രധാനപ്പെട്ട അഭിമാന സ്തംഭമായിട്ടുള്ള വോട്ടിൻ്റെ മുന്നോട്ടുള്ള ഭാവിയെ സംബന്ധിച്ചുള്ള നിലപാടാണ്. വിഴിഞ്ഞം ഒരു തന്ത്രപ്രധാന മേഖലയാണെന്നതും കുത്തകയും കോർപ്പറേറ്റ് വൽക്കരണവും ഒന്നുമില്ല. അവിടെ സർക്കാരിനെ അറിയിക്കാതെ അദാനി സെബിയുമായി ബന്ധപ്പെട്ടു. അതിലും നല്ല രസകരമായ ഒരു വരിയാണ്. അതായത് സർക്കാർ അനുമതി ലഭിക്കാതെ സുപ്രധാനമായ ഈ നടപടികൾ കൈക്കൊള്ളാൻ അദാനി ഗ്രൂപ്പ് തുനിയുമെന്ന് തോന്നുന്നില്ല. അവിടെയും അദാനി ഗ്രൂപ്പിന് ഇളവാണ്. അതാര് പറഞ്ഞത്? അതാരാ പറഞ്ഞത് അങ്ങനെ? അദാനിയുടെ ഭാഗം സ്വീകരിച്ചിട്ടുണ്ട്. EP ജയരാജൻ സഖാവ് പറഞ്ഞ കാര്യമാണ് പാർട്ടി സെക്രട്ടറിയുടെ മുഖപ്രസംഗമാണ് ഇന്ന് പാർട്ടി പത്രത്തിൽ. എന്താണ്? ഞാൻ വായിച്ചിട്ടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ പറയാം. ഞാൻ വായിച്ചുതരാം, ഒന്നും കൂടി വായിച്ചുതരാം. അല്ല, ഇതിൽ എന്താണ് അഭിപ്രായ വ്യത്യാസത്തിന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇവിടെ പാർട്ടി കണ്ണൂർ തിരുവനന്തപുരം ഞാൻ പറഞ്ഞുതരാം. വായിക്കണ്ട മനസ്സിലായി. MSCയുമായി ആദ്യം ചർച്ച നടത്തിയത് പിണറായി സർക്കാർ. വിഴിഞ്ഞം കോൺക്ലേവിലാണ് MSCയുമായി ചർച്ച നടത്തിയത്. ആ ദേശാഭിമാനിയിൽ തന്നെ ലേഖനങ്ങൾ വന്നിട്ടുണ്ട്. ജൂലൈ പലതവണ 49% ഓഹരിയാണ് MSC ലക്ഷ്യമില്ല. അപ്പോൾ MSC വരുന്നതോ ദേശാഭിമാനിയിൽ മാത്രമല്ല, നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. നിങ്ങളുടെ പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ. മാതൃഭൂമിയിലല്ലേ ആദ്യം വന്നത്? മാതൃഭൂമി അല്ല, ഞാൻ ചോദിക്കുന്നത് ഈ പ്രശ്നം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി VD സതീശൻ എന്താ പറഞ്ഞത്? ദേശാഭിമാനി മാത്രമേ വന്നിട്ടുള്ളതാ പറഞ്ഞത്. ദേശാഭിമാനിക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന്? ശരിയാണോ തെറ്റാണോ ഞാൻ പറയുന്നത്? ദേശാഭിമാനിക്ക് ഇത് എങ്ങനെ കിട്ടിയെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വസ്തുതയല്ല. അതിൽ യാതൊരു, അത് പിന്നീട് തെളിയിക്കപ്പെട്ട കാര്യമാണല്ലോ. ദേശാഭിമാനിയിൽ ഇടതിന്റെ ദീർഘവീക്ഷണം എന്ന് പറഞ്ഞ് സ്വന്തം മാതൃഭൂമി അടക്കം നിങ്ങളടക്കം അക്ഷരം വേണ്ടിയിട്ടില്ല. വേണ്ട, ആര് പറയുന്നത് മനസ്സിലാകുന്നുണ്ട്. ആര് പറയുന്നതിന് മറുപടിയാണ് ഞാൻ പറയുന്നത്. നമ്മൾ രണ്ടുപേരും സംസാരിച്ചു കഴിഞ്ഞാൽ അത് ക്ലിയർ ആവില്ല. ആര് പറഞ്ഞതിൻ്റെ മറുപടിയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിച്ചോളാം. അതായത് ഈ പറയുന്ന VD സതീശൻ പറയുന്ന നുണകൾ, വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾക്ക് 52 മിനിറ്റോളം കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ എത്ര മിനിറ്റ് കൊടുത്തു? അതിന് എണ്ണമിട്ട് മറുപടി പറഞ്ഞു അദ്ദേഹം. ഈ പറയുന്ന മാതൃഭൂമിയിലെ ഈ വിഷയമടക്കം, മാതൃഭൂമി പത്രത്തിൽ വന്നതും പിന്നെ ഇത്തരത്തിലുള്ള അദ്ദേഹം പറഞ്ഞതിന് ഓരോ കാര്യങ്ങളിലും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങൾ പിണറായി വിജയൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തിയില്ലേ? നിങ്ങൾ ജനങ്ങളെ അറിയിക്കാനുള്ള ഉത്തരവാദിത്വം നിങ്ങൾക്കില്ലേ? എന്നിട്ട് ഈ ഉത്തരവാദിത്വം നിർവഹിക്കേണ്ട ബാധ്യത, ഒരു കടമ നിങ്ങൾക്കില്ലേ? എന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്തത്?
നിങ്ങൾ എത്ര മിനിറ്റ് കൊടുത്തു? 5 മിനിറ്റ് കൊടുത്തിട്ടുണ്ടോ വാർത്ത? ഇല്ല, 5 ഞങ്ങൾ മിനിറ്റ് 8 മിനിറ്റ് കൊടുത്തിട്ടുണ്ടോ? കൊടുത്തു. പ്രതിപക്ഷ നേതാവല്ലേ കേരളത്തിന്റെ? ഞങ്ങൾ 8 കൊടുത്തോ? മിനിറ്റ് ഇല്ല, കൊടുത്തു. 5 മിനിറ്റ് കൊടുത്തിട്ടില്ല, 8 മിനിറ്റ് കൊടുത്തിട്ടില്ല. 8 ഞാൻ ആ മിനിറ്റ് പത്രസമ്മേളനം കൊടുത്തു. കംപ്ലീറ്റ് 8 മുഴുവൻ മിനിറ്റ് കണ്ടതാണ്. കൊടുത്തു. 8 മിനിറ്റ് കൊടുത്തു. ആ 8 മിനിറ്റ്. അപ്പം VD സതീശൻ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾക്കും മറുപടി മിനിഞ്ഞാന്ന് സഖാവ് പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് കൃത്യമായിട്ട് മറുപടി പറഞ്ഞതാണ്. ഇത് അറിയിക്കേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്, നിങ്ങളത് ചെയ്തില്ല. ഇപ്പോൾ നിങ്ങൾ ഇതാ വന്നിരിക്കുന്നു വിഴിഞ്ഞം വിഷയത്തിൽ പിന്നെ പാർട്ടി നേതാക്കന്മാരെല്ലാം പല തട്ടുകളിൽ പല അഭിപ്രായങ്ങൾ പറയുന്നു എന്ന് പറയുന്ന ഒരു നരേഷനുമായി വന്നിരിക്കുകയാണ്. ചോദ്യങ്ങൾക്ക് മറുപടി ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിക്കാൻ കുഴപ്പമില്ല. താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞു. പണ്ട് പിണറായി വിജയൻ എല്ലാ ദിവസവും വൈകിട്ട് 6 മണിക്ക് വാർത്താ സമ്മേളനം സമയം കൊടുത്തിരുന്നു. അന്ന് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നു. മന്ത്രിസഭാ യോഗ തീരുമാനങ്ങൾ, നിർദ്ദേശങ്ങൾ, സർക്കാരിന്റെ നടപടികൾ അത് ജനത്തെ അറിയിക്കണമായിരുന്നു. പ്രതിപക്ഷ നേതാവ് MV ഗോവിന്ദൻ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ കൊടുക്കാറുണ്ട്. മുഴുവൻ സമയം കൊടുക്കുക സാധ്യമായ കാര്യമല്ല ഒരു മാധ്യമങ്ങൾക്കും. മുഖ്യമന്ത്രികൾ അങ്ങനെയാണോ? പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഏതെങ്കിലും മാധ്യമങ്ങൾ ഒഴിവാക്കിയിരുന്നോ? ഞാൻ താങ്കളിലേക്ക് ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. നേരത്തെ ചോദിച്ച ഒരു ചെറിയൊരു ശരി. ഇതിപ്പോ ആദ്യമായിട്ടല്ല ഈ തോറ്റതിനു ശേഷം പാർട്ടിയിൽ നിന്ന്, നേതാക്കളിൽ നിന്ന് വിമത സ്വരങ്ങൾ ഉയരുന്നത്. ഈ കഴിഞ്ഞ ദിവസം MV ജയരാജൻ കണ്ണൂരിൽ നിന്ന് മറ്റൊരു നേതാവ് പറഞ്ഞിരുന്നു, ഈ വിമതരായി പോയവരെയൊക്കെ തിരിച്ചെടുക്കാൻ കഴിയും, തെറ്റു തിരുത്തിയാൽ തിരിച്ചെടുക്കുമെന്ന്. ഉടൻ തന്നെ പാർട്ടി സെക്രട്ടറി അതിനെ തിരുത്തി. അതൊന്ന് കേൾക്കാം. ഏത് ഘട്ടത്തിലാണ് തെറ്റുതിരുത്തിയാൽ പാർട്ടി അത്തരം ആളുകളോട് പൊറുക്കാത്തത്? ഇനി നാളെ നിലപാടുകൾ തിരുത്തി പാർട്ടിയുമായി സഹകരിക്കാൻ തയ്യാറായി വരുമ്പോൾ അത് വേണ്ടാന്ന് വെക്കുന്ന പാർട്ടിയല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാർട്ടിയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന പ്രധാനപ്പെട്ട നേതൃനിലയിലുണ്ടായിരുന്നവരുൾപ്പെടെ വഞ്ചിച്ച് ചതിച്ചു പോകുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ആ നിലപാട് അതിശക്തിയായ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. ഇനിയും ആ വിമർശനം ശക്തിയായി തുടരും. ശ്രീ സെബാസ്റ്റ്യൻ പോൾ, തോൽവിക്ക് ശേഷം തിരുത്തലുകൾ ഉണ്ടാകും, പഠിക്കും, ജനങ്ങളെ കേൾക്കും, നിർഭയമായി വിമർശിക്കാം എന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു. പക്ഷേ ഇവിടെ നോക്കൂ, നേതാക്കൾ തന്നെ ഏറ്റവും ആദ്യത്തെ നേതൃനിരയിലുള്ള നേതാക്കൾ തിരുത്തുമ്പോൾ, മറിച്ചൊരു അഭിപ്രായം പറയുമ്പോൾ ഉടനെ വെട്ടുകയാണ്. പിന്നെ എങ്ങനെ മാറും? പിന്നെ എങ്ങനെ തിരുത്തും? അല്ല, ഓരോ പ്രാവശ്യവും ഒരു പരാജയം സംഭവിക്കുമ്പോൾ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കേൾക്കുന്ന വാക്കാണ് തിരുത്ത് എന്നുള്ളത്. തെറ്റ് തിരുത്തൽ, തിരുത്തി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നൊക്കെ പാർട്ടി പറയാറുണ്ട്. വളരെ ആശ്വാസകരമായ ഒരു വാക്കാണത് എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ CPM-നെ സംബന്ധിച്ച് അത് ഏത് രീതിയിൽ നടപ്പാക്കുന്നു, ഏത് രീതിയിലുള്ള തിരുത്തലുണ്ടാകുന്നു, ഏത് രീതിയിലുള്ള പരിശോധന നടന്നു എന്ന കാര്യങ്ങളിലൊന്നും വ്യക്തത ഉണ്ടാവാറില്ല. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ സംഭവിച്ചിരിക്കുന്നത് 10 വർഷം തുടർച്ചയായ ഭരണം എന്നത് അത് അഭൂതപൂർവമായൊരു സംഭവമാണ്. ആ അവസരം CPM-ന് കിട്ടി. അതിനുശേഷം വീണ്ടും 15 വർഷം എന്നൊരു റെക്കോർഡിലേക്ക് കടക്കാൻ ശ്രമിച്ചപ്പോഴാണ് അത് നടക്കാതെ പോയത്. അത് അത്രയേറെ നിരാശപ്പെടേണ്ടതായ ഒരവസ്ഥയല്ല. അങ്ങനെയുള്ളൊരു പരാജയവുമായിരുന്നില്ല അത്. പക്ഷെ അത് പാർട്ടിയെ വല്ലാതെ തളർത്തിയിരിക്കുന്നു. CPM-നെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകാത്തതാണത്. ഓരോ തോൽവിയിൽ നിന്നും കൂടുതൽ ഊർജം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുന്ന പ്രസ്ഥാനമാണത്. പക്ഷെ ഇവിടെ ഇപ്പോൾ പാർട്ടി തളരുകയാണ്. പാർട്ടിക്ക് പലതരത്തിലുള്ള ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നു. പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രി വന്നതുപോലും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുണ്ട്. ആ പ്രതിപക്ഷ നേതാവിന് അദ്ദേഹത്തെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഏറ്റുപറയാൻ മാത്രം ഉള്ള ഒരു ബാധ്യത അങ്ങനെയാണല്ലോ പൊതുവെ പാർട്ടിക്കുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായ ചില കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട്. നിയമസഭയിൽ തന്നെ മുൻ ധനമന്ത്രി ബാലഗോപാൽ LOPയോട്, അതായത് പ്രതിപക്ഷ നേതാവിനോട് ഒരു ശാസനാസ്വരത്തിൽ ഒരു പ്രതികരണം നടത്തുകയുണ്ടായി. അതുപോലെ ഇപ്പോൾ പുറത്ത് പല കാര്യങ്ങളിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വരുന്നു. ഏറ്റവും ഒടുവിലാണ് ഇപ്പോൾ വിഴിഞ്ഞത്തൊരു ഉദ്യോഗസ്ഥയ്ക്കുണ്ടായ സ്ഥലം മാറ്റം. അത് നമ്മെ സംബന്ധിച്ച് ഇത്ര വലിയ ചർച്ച ചെയ്യേണ്ട കാര്യമല്ല. അത് CPM അതിന് വലിയ വിഷയമാക്കേണ്ട ആവശ്യവുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു ഉദ്യോഗസ്ഥയുടെ, അത് ഉയർന്ന ഉദ്യോഗസ്ഥ തന്നെയാണ്, അവരുടെ സ്ഥലം മാറ്റത്തിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ പാർട്ടിയുടെ സമുന്നതരായ 3 നേതാക്കൾ തന്നെ ഇപ്പോൾ നടത്തിക്കഴിഞ്ഞു. ഇനിയും മറ്റു പലർക്കും വ്യത്യസ്തമായി മറ്റു പലതും പറയാനുണ്ടാവും. അത് അങ്ങനെയല്ല പോകേണ്ടത്. പാർട്ടിക്ക് ഒരു വ്യക്തത വേണം. വിഴിഞ്ഞം എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. വിഴിഞ്ഞം എന്നത് കരാർ വ്യവസ്ഥകൾ ലംഘിച്ചുകൊണ്ട് അതിനൊരു കൈമാറ്റം നടക്കാൻ പോകുന്നു എന്ന വാർത്ത വരുമ്പോൾ അക്കാര്യത്തിലാണ് CPM-ന് ജാഗ്രത ഉണ്ടാവേണ്ടത്. അവിടെ MD-യുടെ കസേരയിൽ ആരിയിരിക്കുന്നു എന്നത് പാർട്ടിയെ സംബന്ധിച്ച്
ഒരു പ്രതിപക്ഷ പാർട്ടിയെ സംബന്ധിച്ച് ഇപ്പോൾ അതൊരു പ്രശ്നമേ ആക്കേണ്ട കാര്യമില്ല. അപ്പോൾ മൗലികമായ പ്രാധാന്യമർഹിക്കുന്ന വിഷയങ്ങളുള്ളപ്പോൾ അവിടെ കൃത്യമായ നിലപാട് എടുക്കാൻ കഴിയാത്ത രീതിയിൽ എപ്പോഴും ഒരു ചോദ്യം തിരിച്ചെപ്പോഴും വരും. ഈ ഒരു വിരൽ ചൂണ്ടുമ്പോൾ 3 വിരൽ നമ്മിലേക്ക് തന്നെ എന്ന് പറയാറില്ലേ, എന്നതുപോലത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ LDF അല്ലെങ്കിൽ CPM എത്തി നിൽക്കുന്നത്. അത് PM ശ്രീ ആയാലും ഇതുപോലെ വിഴിഞ്ഞം ആയാലും അല്ലെങ്കിൽ മറ്റേത് വിഷയമായാലും ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിൻ്റെ ഒരു മാറ്റൊലിയെങ്കിലും തിരിച്ചു വരുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങൾ നിൽക്കുകയാണ്. അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ കുറേ കൂടി വ്യക്തത വരുത്തിക്കൊണ്ട് എല്ലാവർക്കും പാർട്ടി അണികൾക്കും അംഗങ്ങൾക്കും സ്വീകാര്യമാകുന്ന രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ആ രീതിയിൽ ഈ പാർട്ടിയെ പ്രസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രതിപക്ഷ നേതാവിന് കഴിയണം. കാരണം ഇപ്പോൾ അദ്ദേഹമാണ് നേതാവ്. പക്ഷെ അത് കഴിയാത്ത രീതിയിൽ അല്ലെങ്കിൽ അദ്ദേഹത്തെ അതിന് അനുവദിക്കാത്ത രീതിയിൽ വിമത ശബ്ദങ്ങൾ ധാരാളമായി കരുത്താർജിക്കുന്ന സാഹചര്യവും അവസ്ഥയും നമ്മൾ കാണുന്നുണ്ട്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ഇത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ തിരുത്തലുകൾ അല്ലെങ്കിൽ വിമത സ്വരങ്ങൾ ഒന്നല്ല, ഇപ്പോൾ ഒട്ടനവധിയായി. തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പയ്യന്നൂരിലെ സ്ഥാനാർത്ഥിത്വം, തളിപ്പറമ്പിലെ സ്ഥാനാർത്ഥിത്വം ഒക്കെ ചോദ്യം ചെയ്യപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒരു അഭിപ്രായം പറഞ്ഞു. അവിടെയും സംസ്ഥാന സെക്രട്ടറി തിരുത്തി. ഇയാളെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുമ്പോൾ അതിനൊരു വലിയ വിഷയമാക്കിയെടുത്ത് നമ്മുടെ പാർട്ടിയെയും സ്ഥാനാർത്ഥിയെയും ഒക്കെ കടന്നാക്രമിച്ചേക്കാം എന്ന് തിരിച്ചറിഞ്ഞ് ഔചിത്യപൂർവ്വം അത് വേണ്ട, അതിനു പകരം മറ്റൊരാൾ മതി എന്ന് തീരുമാനിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ, ഞാനുമായി ബന്ധപ്പെട്ട ഒരാളാണെങ്കിൽ അതിനകത്ത് ഞാൻ മുൻകൈ എടുക്കണം. ആ രേഖയിൽ ഏതെങ്കിലും വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകമായി പരാമർശിച്ചിട്ടില്ല. പാർട്ടി സംഘടനാപരമായ ദൗർബല്യങ്ങളാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് പാർട്ടി സാധാരണ എല്ലാ സന്ദർഭങ്ങളിലും കാര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. ശ്രീ MN കാരശ്ശേരി, തെരഞ്ഞെടുപ്പിന് ശേഷം വിമത സ്വരങ്ങൾ ഉയരുകയാണ്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ നോക്കിക്കാണുന്നത്? തെരഞ്ഞെടുപ്പിന് മുൻപ് വരെ കഴിഞ്ഞ 10 വർഷക്കാലം ഒരൊറ്റ മുഖം, ഒരൊറ്റ നേതാവ്, ഒരൊറ്റ ശബ്ദമായിരുന്നു. അവിടെ നിന്ന് പാർട്ടിയിൽ ശബ്ദങ്ങളൊക്കെ ഉയർന്നു വരികയാണ്. ഇതൊരു മാറ്റമാണോ, നല്ലതിനാണോ? ആര്യ, എൻ്റെ പ്രധാനപ്പെട്ട പ്രയാസം നമ്മുടെ പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ നമ്മുടെ ഭരണപക്ഷം പെട്ടെന്ന് ജീർണിക്കും. നിർഭാഗ്യവശാൽ ഇപ്പോഴത്തെ പ്രതിപക്ഷം ശക്തമാണ് എന്ന് പറയാൻ കഴിയാത്തതിൽ എനിക്ക് ഖേദമുണ്ട്. തീർച്ചയായിട്ടും അവർ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്, ഉറച്ചു നിൽക്കേണ്ടതാണ്. അതിന് പകരം ഇപ്പോൾ കാണുന്നതൊക്കെ വളരെ അനാരോഗ്യകരമായ കാര്യങ്ങളാണ്. പാർട്ടിക്കകത്തോ പുറത്തോ കഴിഞ്ഞുപോയ 3 ഇലക്ഷനിലും, ലോക്സഭാ ഇലക്ഷൻ, പഞ്ചായത്ത് ഇലക്ഷൻ, നിയമസഭാ ഇലക്ഷൻ, ഈ 3 ഇലക്ഷനിലും ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട് അതിൻ്റെ ഉത്തരവാദി ആരാണ് എന്ന് സ്വയം ഏറ്റെടുക്കാത്തത് എന്തുകൊണ്ടാണ് തുടങ്ങിയുള്ള വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് പകരം വിഴിഞ്ഞത്തെ MDയെ മാറ്റിയ വലിയ ചർച്ചാ വിഷയമാണ്. അതിപ്പോൾ വിഴിഞ്ഞത്തെ MD ശ്രീമതി ദിവ്യ അയ്യരെ മാറ്റിയത് അദാനിയുമായി കള്ളക്കണക്ക്, കൈക്കൂലി, അഴിമതി അതിൻ്റെ സൗകര്യത്തിനാണ് എന്ന് പറയാൻ വേണ്ടി ആയിരിക്കാം. അവരെല്ലാവരും പ്രതിപക്ഷത്തുള്ള CPMലുള്ള എല്ലാ നേതാക്കന്മാരും അങ്ങനെ അഭിപ്രായമില്ല. ശ്രീ ജയരാജൻ അങ്ങനെ പറയാൻ പാടില്ല എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാനതിൽ വേറെ ഒരു അപകടം കാണുന്നത്, CPM ദുർബലമാകുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടുക മറ്റ് പാർട്ടികൾക്കല്ല, BJPക്കാണ്. അത് ഞാനിപ്പോൾ പറയുന്നത് മാത്രമല്ല, CPMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി ശ്രീ KK രാഗേഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. സത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രതിപക്ഷം ക്ഷീണിച്ചാലും ഭരണപക്ഷം ക്ഷീണിച്ചാലും അതിൻ്റെ നേട്ടം കൊയ്യാൻ ഒരു പാർട്ടി ഉണ്ട് എന്ന് എല്ലാവരും കരുതിയിരിക്കേണ്ടതാണ്. ഇംഗ്ലീഷിലൊരു ചൊല്ലുണ്ട്, വിജയത്തിൻ്റെ അമ്മയ്ക്ക് ധാരാളം ഭർത്താക്കന്മാരുണ്ട്, തോൽവിയുടെ അമ്മ കല്യാണം കഴിച്ചിട്ടേ ഇല്ല. തോൽവിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും ഉണ്ടാവില്ല. അപ്പോൾ ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയാണ്. 13 മന്ത്രിമാർ തോറ്റു കഴിഞ്ഞുള്ള വിലയിരുത്തലാണിത്. എന്ത് വിലയിരുത്തലാണ് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ ഈ അബദ്ധങ്ങളൊക്കെ പറ്റിയത്
അല്ലെങ്കിൽ അപകടങ്ങൾ പറ്റിയത് അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തത് ആരാണ്, അവർ തൽക്കാലം മാറി നിൽക്കണം എന്ന് പറയുന്നതാണല്ലോ തിരുത്തലിൻ്റെ ഒന്നാമത്തെ പണി. ഇപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നാണ് വിലയിരുത്തലെങ്കിൽ പിന്നെ എന്താ പഠിക്കാനുള്ളത്? അപ്പോൾ എങ്ങനെയാണ് ഇവരുടെ 50 MLA തോറ്റത് എന്നതിനൊക്കെ ഒരു മറുപടി വേണമല്ലോ. പിന്നെ ഇപ്പം തന്നെ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവിൻ്റെ കാര്യത്തിൽ CPM CPI തർക്കം വളരെ രൂക്ഷമായി വരുന്നുണ്ടെന്നാണ് വാർത്തകൾ കാണുന്നത്. അതുപോലെ CPM-നകത്ത് പണ്ട് പിണറായി VS ഗ്രൂപ്പ് വഴക്ക് എത്രയോ കാലം നിലനിന്ന മാതിരി പുതിയ ഗ്രൂപ്പ് സമവാക്യങ്ങൾ രൂപം കൊള്ളുന്നുണ്ട് എന്ന് വാർത്തകളുണ്ട്. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. പക്ഷേ പ്രതിപക്ഷം വളരെ ശക്തമായി ഐക്യത്തോടുകൂടി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ആവശ്യം. ശരി. കാരണം ഭരണപക്ഷത്ത് വരുന്ന ജീർണത അപ്പോൾ ചൂണ്ടിക്കാണിക്കാനും അവരെ വിമർശിക്കാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാവണം. അതുകൊണ്ടാണ് മന്ത്രിക്കുള്ള അതേ സ്ഥാനം പ്രതിപക്ഷ നേതാവിന് കൊടുക്കുന്നത്. ക്യാബിനറ്റ് റാങ്കാണല്ലോ അദ്ദേഹത്തിന്. അത് ജനാധിപത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണത്. മന്ത്രിസ്ഥാനം പോലൊരു സ്ഥാനമാണത്. അത് പലപ്പോഴും ജനങ്ങൾ മറന്നുപോകും, പാർട്ടിക്കാരും മറന്നുപോകും. അതുകൊണ്ട് ഈ വഴക്കിനെ പറ്റി സത്യത്തിൽ ഞാൻ ഒട്ടും സന്തുഷ്ടനല്ല. കാരണം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞതിന് പകരം ആ പാർട്ടി തിരുത്തി നേരെയാക്കാൻ എന്താ വേണ്ടെന്ന് ആലോചിക്കേണ്ടത്. ശരി, ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. ശ്രീ രാജേഷ് ഇടപ്പാടിന് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോയിട്ട് ശ്രീ ജ്യോതിർഘോഷിലേക്ക് വരാം. ശ്രീ രാജേഷ് ഇടപ്പാട്, ഇപ്പം എല്ലാവരും ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. പ്രതിപക്ഷം ശക്തമല്ലെങ്കിൽ അത് ഭരണപക്ഷം വളരെ പെട്ടെന്ന് ജീർണിച്ചു പോകുമെന്ന്. വിവാദങ്ങൾ ഉയർത്തുമ്പോൾ, ആരോപണങ്ങൾ ഉയർത്തുമ്പോൾ അതിന് കരുത്ത് പകരാൻ കഴിയുന്നില്ല. അതിന് ഭരണപക്ഷത്തെ ഒരു പ്രതിസ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ കഴിയാതെ പോകുന്നുണ്ടോ സഭയിലും പുറത്തും? അല്ല, ഇതിനകത്ത് ഒരു വിഷയമുണ്ട്. പ്രതിപക്ഷം ശക്തമല്ല എന്നുള്ളത് കാരശ്ശേരി മാഷിന് അങ്ങനെ ഒരു നിരീക്ഷണം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു നിരീക്ഷണം മാത്രമാണത്. നമ്മൾ മനസ്സിലാക്കാൻ അറിയാം. ഇപ്പം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പം അധികാരത്തിലേറി VD സതീശൻ ഗവൺമെൻറ് അധികാരത്തിലേറിയതിന് ശേഷം 1 മാസം ഒക്കെ കഴിയട്ടെ, അല്ലെങ്കിൽ അത് നന്നായി പോകുന്നു, അല്ലെങ്കിൽ അത്തരത്തിൽ. പക്ഷേ പ്രതിപക്ഷത്തിന് കാര്യക്ഷമമായും ക്രിയാത്മകമായും ഇടപെടേണ്ടതായിട്ടുള്ള നിരവധി വിഷയങ്ങൾ വന്നിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ പറഞ്ഞതിൽ അതിൻ്റെ കാര്യങ്ങളുമുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തിന് നിരവധി വിഷയങ്ങൾ, അതുപോലുള്ള വിഷയങ്ങളിലേക്ക് വലിയ തരത്തിൽ ഇപ്പോൾ കരിമണലിൻ്റെ കാര്യത്തിലാകട്ടെ, ഈ പറയുന്ന വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിലാകട്ടെ, ഞാൻ ഓരോ കാര്യങ്ങൾ നിരവധി വിഷയങ്ങൾ കൊണ്ടുവരുമല്ല. അതാ ഞാൻ പറഞ്ഞത്, നിരവധി വിഷയങ്ങൾ കൊണ്ടുവരുന്നു. ആളുകൾക്ക് പോലും ബോധ്യപ്പെടുന്നില്ല. പറഞ്ഞ് പൂർത്തീകരിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാർട്ടിയിലുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. പ്രതിപക്ഷത്തെക്കുറിച്ചല്ല നിങ്ങൾ ചോദിക്കുന്നത്. പ്രതിപക്ഷം എന്നുള്ള നിലയിലുള്ള കാര്യങ്ങൾ, പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകളുടെ ഇടപെടലിനെ സംബന്ധിച്ച് പ്രതിപക്ഷം എത്ര കൃത്യമായിട്ടാണ് ഓരോ കാര്യങ്ങളും ഇടപെടുന്നത്. അതാ ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞില്ലേ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഒരു ഈ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം എന്താ പറയുക, അക്കമിട്ട് ഉത്തരം നൽകുന്ന ഒരു പത്രസമ്മേളനം പോലും കൃത്യമായിട്ട് കവർ ചെയ്യാൻ പറ്റാത്ത ഇവിടുത്തെ മാധ്യമങ്ങൾ, ഇപ്പോൾ കാരശ്ശേരി മാഷിനെ പോലുള്ള ആളുകൾക്ക് എന്താണ് ആ വിഷയത്തിൽ പറയാനുള്ളത്? അപ്പോൾ ഇങ്ങനെയുള്ള പക്ഷപാതപരമായുള്ള നിലപാട് സ്വീകരിക്കുകയാണ്. വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലാണ് നിയമസഭയ്ക്കകത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓരോ വിഷയവും VD സതീശൻ ഗവൺമെന്റ് എടുക്കുന്നത്. അദ്ദേഹം ഇപ്പോഴും ഒരു മുഖ്യമന്ത്രി, എൻ്റെ ആരെയൊന്നും എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കുക. VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി, അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ട് പോലും ആക്റ്റാകുന്നില്ല. മുഖ്യമന്ത്രിയായിട്ടല്ല അയാൾ ഇപ്പോൾ സ്വയം വിചാരിക്കുന്നത്. അയാളൊരു പ്രതിപക്ഷ നേതാവായിട്ട് സ്വയം വിചാരിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ഒരു മുഖ്യമന്ത്രിയുടേതായിട്ടുള്ള ഇടപെടലുകൾ, അതിൻ്റേതായിട്ടുള്ള ഭരണപരമായിട്ടുള്ള ഇടപെടലുകൾ, അഭിപ്രായങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊന്നും അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള പക്വതയില്ല. ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത തരത്തിലുള്ള മാധ്യമങ്ങളോട് തന്നെ പ്രതികരിക്കുന്നത് നമുക്ക് നോക്കിയാൽ അറിയാം. അപ്പോൾ അദ്ദേഹം ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിലാണ് ഇപ്പോഴും ആക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് തന്നെ സ്വയം ബോധ്യമായിട്ടില്ല. അതാണ് അവസ്ഥ. അപ്പോൾ പ്രതിപക്ഷം വളരെ കൃത്യമായിട്ട് ഇടപെടുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. അപ്പം CPIM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വിഴിഞ്ഞം ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു സമരം നടക്കുമ്പോൾ അത് ഉദ്ഘാടനം ചെയ്യുന്നവരാണ് സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ അകത്ത് എവിടെയാണ് ഇതിൻ്റെ അകത്ത് അഭിപ്രായ വ്യത്യാസം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. നിങ്ങൾ പറയുന്നത് ഭയങ്കരമായ അഭിപ്രായ വ്യത്യാസം, എനിക്കത് മനസ്സിലാകുന്നില്ല. അല്ല, നിങ്ങളാണത് അഭിപ്രായ വ്യത്യാസം എന്നുള്ളത് പറയുന്നത്. ജയരാജൻ, PK ശ്രീമതി ടീച്ചറും KK ശൈലജ ടീച്ചറും പറഞ്ഞ് എന്ത് പറഞ്ഞെന്നാണ് പറയുന്നത്?
ഞാൻ നേരത്തെ എന്ത് പറഞ്ഞാ കേൾപ്പിച്ചില്ലേ നിങ്ങൾക്ക് ഇ പി ചോദിക്കുന്നില്ല? ജയരാജന്റെ പ്രതികരണം എന്താണ് ഇനി അദ്ദേഹം പറഞ്ഞത്? കേൾപ്പിക്കണോ? അദ്ദേഹം എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഈ പറയുന്ന ഇത് CPIM-ൻ്റെ ഞാൻ പറഞ്ഞില്ലേ, അതിനുള്ള മറുപടിയാണ്. CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി വലിയ സമരം വിഴിഞ്ഞത്ത് നടത്തുമ്പോൾ അവിടെ അത് ഉദ്ഘാടനം ചെയ്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ സംസ്ഥാന സെക്രട്ടറി MP ഗോവിന്ദൻ മാഷാണ്. ആ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണ് ഇ പി ജയരാജൻ സംസാരിച്ചത്. അപ്പം ഈ സംസ്ഥാന സെക്രട്ടറിക്കെതിരെയാണെന്ന് നിങ്ങൾ പറയുന്ന നരേഷനാണ്. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ പരസ്യമായ MP ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ശരിയല്ല. അല്ലല്ല MP ഗോവിന്ദൻ മാഷ് പറഞ്ഞത് ശരിയല്ല. ഇതാണ് എൻ്റെ അഭിപ്രായം, അതാണ് പാർട്ടിയുടെ നിലപാടെന്ന് MP ജയരാജനോ ശൈലജ ടീച്ചറോ PK ശ്രീമതി ടീച്ചറോ പറഞ്ഞിട്ടില്ല. മനസ്സിലായില്ലേ? ഏതെങ്കിലും തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അത് സംഘടനാ തലത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലാതെ CPM-ൻ്റെ അകത്ത് ഭയങ്കരമായ ഭിന്നത നടക്കുന്നു എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു നരേഷൻ ഉണ്ടാക്കിക്കൊണ്ട് എന്താണ് കാര്യം? ഇവിടെ അതിനേക്കാൾ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സമൂഹം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള പല കാര്യങ്ങൾ, പ്രതിപക്ഷത്തിൻ്റെ ഇടപെടലുകളിൽ ശ്രദ്ധ ക്ഷണിക്കേണ്ട എന്തെല്ലാം കാര്യങ്ങളാണ് ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് കുറെ ആളുകൾ ചർച്ച ചെയ്യാനുണ്ടെന്ന് ഓർത്തുകൊണ്ട് നിങ്ങൾ ഈ മാധ്യമങ്ങൾ ഉണ്ടാക്കുന്ന അജണ്ടയ്ക്ക് അനുസരിച്ച് കുറെ ആളുകൾ ചർച്ച ചെയ്യാൻ വേണ്ടി വൈകുന്നേരം വന്ന് നിരന്നിരിക്കുന്നു ഓർത്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭവിക്കണം? എത്ര കാലമായി തുടരുന്നതാണ്? അതെന്തൊരു മോശം സംസാരമാണ് താങ്കൾ ഇപ്പൊ സംസാരിച്ചത്. ഞാനും ഈ ചർച്ചയിൽ ഇടപെടുന്ന ആളാണല്ലോ. അല്ലാതെ വേറെ പണിയില്ലാത്തതുകൊണ്ടെന്നുള്ളതല്ല ഞാൻ കുറെ ചർച്ചകൾ നിങ്ങൾ ഉണ്ടാക്കുന്ന നരേഷൻ അനുസരിച്ച് എത്രയോ കാലമായി ഈ സിൻഡിക്കേറ്റ് പ്രവർത്തിക്കുന്നു മാത്രമാണ് ആളുകളെ തരാതിരിക്കുന്നത്. അപ്പോൾ അവർ വരുന്ന സമയത്ത് അവർക്ക് വേറെ പണിയൊന്നും ഇല്ലാത്തതിനെ കൊണ്ടാണ് ഇവിടെ നിരന്നിരിക്കാൻ വരുന്നത്. ശരി, അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾ മാധ്യമങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരു ചർച്ചയുണ്ടാക്കി ആ നരേഷന് ചുറ്റും ആളുകളിരുന്ന് സംസാരിക്കുന്നു. അതിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രതിനിധികൾ വരുന്നുണ്ടെങ്കിൽ അവരുടെ വിഷയമാണത്. CPM-ൻ്റെ പ്രതിനിധികളെ അയക്കണമെന്നുണ്ടോ, വേണോ വേണ്ടയോ, ഈ വിഷയത്തിൽ ചർച്ച ചെയ്യണോ, അഭിപ്രായം പറയണോ എന്നുള്ളത് അത് ആ പാർട്ടിയുടെ തീരുമാനമാണ്. മനസ്സിലായില്ലേ? ശ്രീ KG ജ്യോതിർഘോഷ്, കുറെ കാലമായി പാർട്ടിയിൽ കേൾക്കാത്ത വാക്കാണ് വിഭാഗീയത. വിഴിഞ്ഞം പാർട്ടിയിൽ വിഭാഗീയത തിരിച്ചു കൊണ്ടുവരുമോ? എനിക്ക് തോന്നുന്നില്ല വിഭാഗീയത കൊണ്ടുവരും എന്നെനിക്ക് തോന്നുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിഭാഗീയത എന്ന് പറയുമ്പോൾ രണ്ട് ഭാഗങ്ങളുണ്ടാവണം. ആ രണ്ട് ഭാഗങ്ങളുണ്ടാകുമ്പോൾ മാത്രമേ ഒരു പിളർപ്പിൻ്റെ അല്ലെങ്കിൽ ഒരു വിള്ളലുണ്ടാകുമ്പോൾ മാത്രമേ വിഭാഗീയത ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ ഇപ്പോൾ പാർട്ടിയിൽ വിഭാഗീയതയുടെ ഒരു ലക്ഷണം കാണുന്നില്ല. അത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നമ്മൾ ശ്രീ EP ജയരാജൻ്റെ ആ ഒരു പ്രസ്താവന കാണണം. ശരിക്കും പറഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്കും അത് കണ്ടു പഠിക്കാവുന്നതാണ്, എങ്ങനെയാണ് വ്യക്തതയോടുകൂടി കാര്യങ്ങൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു പവർ പോയിന്റ് പ്രസൻറ്റേഷനിലെ ബുള്ളറ്റ് പോയിന്റ്സ് പോലെയാണ് ഇന്ന് EP ജയരാജൻ പറഞ്ഞത്. അതായത് വിഴിഞ്ഞം പദ്ധതി ഒരു വിവാദമാക്കുന്നത് കേരളത്തിൻ്റെ താല്പര്യത്തിന് നല്ലതല്ല. എന്നിട്ട് അദ്ദേഹം ഗവൺമെൻറ്റിനെ ഉപദേശിക്കുന്നു, ഇത് നിങ്ങൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോകണം, മന്ത്രിമാരും ഗവൺമെൻറ്റൊക്കെ ശ്രദ്ധിക്കണം, ഈ പദ്ധതി നമ്മുടെ കേരളത്തിൻ്റെ വികസനത്തിന് ആവശ്യമാണ്, പൊതു താല്പര്യത്തിന് ആവശ്യമാണ്. എന്തെങ്കിലും അദാനി വിശദീകരിച്ച കാര്യം വരെ പറഞ്ഞു. അപ്പോൾ കേരളത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇന്ന് CPM-ൻ്റെ നേതൃത്വം എടുക്കുന്നത്, പ്രതിപക്ഷ നേതാവ് എടുക്കുന്നത് എന്ന് വളരെ വ്യക്തമായിട്ടാണ് EP ജയരാജൻ പറഞ്ഞിരിക്കുന്നത്. അതൊന്നും കൂടെ വേണമെങ്കിൽ കേട്ടു നോക്കി അറിയാൻ പറ്റും. അപ്പോൾ ഇന്ന് ഈ CPM-ൻ്റെ പുറത്തുള്ള ഏറ്റവും വലിയൊരു ആരോപണം എന്ന് പറഞ്ഞാൽ എന്തെല്ലാം കേരളത്തിൻ്റെ മാറ്റത്തിനോ അല്ലെങ്കിൽ വികസനത്തിനോ ഒക്കെ ഒരു കാലം കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വരുന്ന സമയത്ത് അതിനെല്ലാം എതിര് നിൽക്കുക, കേരളത്തിനെ പിന്നോട്ടടിച്ചതിൽ മുഖ്യമായ പങ്ക് CPM-ൻ്റെതാണ്. അതിപ്പം ഇപ്പോൾ ട്രാക്ടർ വന്നപ്പോഴാണെങ്കിലും കമ്പ്യൂട്ടർ വന്നപ്പോഴാണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആക്ഷേപങ്ങൾ ഇപ്പോഴും CPM-ന് പുറത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ അതേപോലെ മറ്റൊരു ആരോപണം, മറ്റൊരു പഴി ഈ CPM-ൻ്റെ ഈ ഒരു വളരെ നിർണായകമായ ഈ സമയത്ത് CPM-ൻ്റെ പുറത്ത് പതിച്ചു കഴിഞ്ഞാൽ പതിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുൻകരുതലും കൂടിയാണ് ഇന്ന് EP ജയരാജൻ്റെ പ്രസ്താവനയിലുള്ളത്. അതായത് CPM-ൻ്റെ നേതൃത്വത്തിൻ്റെ താല്പര്യം പാർട്ടിയല്ല, സംസ്ഥാനത്തിൻ്റെ താല്പര്യമല്ല, മറിച്ച് വ്യക്തികളുടെ താല്പര്യമാണ്. ആ വ്യക്തികളാണ് ഈ പ്രശ്നം. അതുകൊണ്ടാണ് CPM-ൻ്റെ പ്രതിപക്ഷ നേതാവും അതുപോലെ പാർട്ടി സെക്രട്ടറിയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ഒന്നോ രണ്ടോ അല്ലെങ്കിൽ ഏതാനും ചില നേതാക്കളും
ചേർന്നിട്ട് ഈ ഒരു നിലപാട് സ്വീകരിക്കുന്നത്. ആ നേതൃത്വത്തിനെ മാറ്റിക്കൊണ്ട്, ആ നേതൃത്വത്തിനെ തങ്ങൾ അംഗീകരിക്കുന്നില്ല, അവരല്ല CPM പ്രതിനിധീകരിക്കുന്നത്. അതുകൊണ്ടാണ് പി ജയരാജൻ തന്നെ പറഞ്ഞുകൊണ്ട് CPM അകത്ത് വേറൊരു പ്രശ്നമൊന്നുമില്ല. CPM ഈ വിഴിഞ്ഞം പോർട്ടിൻ്റെ കാര്യത്തിൽ കാഴ്ചപ്പാടിൽ വ്യത്യാസമില്ല. അതൊരു പക്ഷേ ദേശാഭിമാനികൾ ആദ്യം വന്ന വാർത്തയോട് ചേർന്ന് നിൽക്കുന്ന സമീപനമായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് CPM അകത്തൊരു പ്രശ്നമില്ല എന്ന് പറയുകയും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് ഈ ഒരു വിവാദമുണ്ടാക്കരുത്, ആ വിവാദമുണ്ടാക്കുന്നത് പ്രതിപക്ഷ നേതാവും അതോടൊപ്പം തന്നെ MV ഗോവിന്ദൻ മാസ്റ്ററുമാണെന്നുള്ളതും എല്ലാവർക്കും അറിയാവുന്ന അവരുടെ പ്രസ്താവനകൾ നമ്മുടെ മുമ്പിലുണ്ട്. ഇത് ഒന്ന് വളരെ വ്യക്തമായിട്ടാണ് പി ജയരാജൻ പറയുന്നത്. അത് ഈ നേതാക്കളെ മാറ്റുക, ഇവർ ഈ നേതൃസ്ഥാനത്തിരിക്കുന്നിടത്തോളം കാലം ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞതുപോലെ പ്രതിപക്ഷം എന്ന നിലയിൽ ഒരു ക്രിയാത്മകമായ പ്രതിപക്ഷമായിട്ട് മുമ്പോട്ട് പോകാൻ പറ്റില്ല. സംഘടന എന്ന നിലയിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഈ പാർട്ടിയിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ സംഘടനയ്ക്കകത്താണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പോൾ ആ സംഘടന എന്നുള്ളതിൻ്റെ ദൗർബല്യമാണ് ഇപ്പോൾ ഓരോരുത്തരായിട്ട് ഒന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്ന് MV ജയരാജനിൽ തുടങ്ങി പി ജയരാജൻ, അതേപോലെ തന്നെ ശ്രീമതി ടീച്ചർ, ശൈലജ ടീച്ചർ, അതുപോലെ കോട്ടയത്ത് ഇപ്പോൾ DYFI സമ്മേളനത്തിലെ യുവാക്കളുടെ പ്രതിഷേധം, ഇതൊക്കെ ഒരു തുടക്കത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വളരെ സംഘടിതമായ ഒരു പിന്നിൽ നടന്ന ചർച്ചയുടെയും അല്ലെങ്കിൽ തീരുമാനത്തിൻ്റെയും ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞതിൻ്റെ പശ്ചാത്തലത്തിലുള്ള ഒരു CPM-നകത്തിൽ നിന്നുള്ളൊരു പ്രതികരണമാണ് ഈ വരുന്നത്. അത് നമ്മൾ വെറുതെ ഒരു ചെറുതായിട്ട് കണ്ടിട്ട് കാര്യമില്ല. ഇപ്പം തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, ദിവ്യ അയ്യരുടെ സ്ഥലമാറ്റം എന്തുകൊണ്ടാണ് അതൊരു വലിയ വിഷയമാകാൻ കാരണം? വളരെ നിസ്സാരമായൊരു വിഷയം. ഇപ്പം ശൈലജ ടീച്ചറും ശ്രീമതി ടീച്ചറും ഒക്കെ പറഞ്ഞതുപോലെ അതൊരു വിഷയമാകേണ്ട കാര്യമേ ഇല്ല. അതുപോലെ MV ജയരാജൻ പറഞ്ഞു ഈ ഒരു വിഴിഞ്ഞം വിഷയത്തിൽ അഴിമതി നടന്നിട്ടുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയില്ല എന്ന് പറയും. അപ്പോൾ അത്ര പോലും ഉറപ്പില്ലാത്ത ഒരു വിഷയത്തെയാണ് ഇപ്പോൾ കോൺട്രവേഴ്സി ആക്കിയിരിക്കുന്നത്. ആ കോൺട്രവേഴ്സിയിൽ അല്ലെങ്കിൽ ആ ഒരു ആരോപണത്തിലെ ആ ഒരു ഒരു വിവാദം സൃഷ്ടിച്ചതിനകത്ത് കഴമ്പ് കാര്യമായി ഇല്ലാത്തത് കൊണ്ടാണ് ദിവ്യ അയ്യരുടെ സ്ഥലം മാറ്റത്തെ ഒരു മുഖ്യ വിഷയമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഒരു മുഖ്യ വിഷയമായി അഴിമതി ഉണ്ടെങ്കിൽ അത് ഇന്ന സംഗതിയാണ് ഉണ്ടായിരിക്കുന്നത് എന്ന് വ്യക്തമായിട്ടത് ആരോപണം ഉന്നയിക്കുകയോ പറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദിവ്യ അയ്യരുടെ വിഷയം ഉന്നയിക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു വിഷയവും ഇതിനെ പ്രതിസന്ധിയാക്കി നിർത്താനായിട്ട് മുമ്പിൽ ഇല്ലാത്തത് കൊണ്ട് പാർട്ടി സെക്രട്ടറിയും ഒക്കെ നിരവധി വാർത്താ സമ്മേളനങ്ങൾ ഈ വിഴിഞ്ഞം വിഷയവുമായി ബന്ധപ്പെട്ട് നടത്തി. അതിലൊക്കെ ഈ അദാനി ഒരു പ്രയർ പെർമിഷൻ വാങ്ങിയിട്ടില്ല, അതിലാണ് തുടങ്ങിയത്. അത് സർക്കാർ സമ്മതിക്കുകയും ചെയ്തു, വാങ്ങിയിട്ടില്ല. അതിൽ സർക്കാരിന്റെ അതൃപ്തി അറിയിക്കുകയും ചെയ്തു. അതല്ലാതെ നോക്കൂ, MSC വരുന്നതിൽ ഇടതുപക്ഷത്തിന് എതിർപ്പുണ്ടാകേണ്ടില്ല, കാര്യമില്ല. കാരണം ആ ചെയർമാനുമായി, കമ്പനിയുടെ ചെയർമാനുമായി ആദ്യം സംസാരിച്ചത് ഇടതുപക്ഷ സർക്കാരാണ്, പിണറായി സർക്കാരാണ്. അത് VN വാസവൻ, മുൻ തുറമുഖ മന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോഴും അവിടെ നിൽക്കുന്നുണ്ട്. അതോടൊപ്പം ഈ ചെറിയ വിഷയങ്ങൾ, അതായത് ഇപ്പൊ ഈ ഇന്നത്തെ മുഖപ്രസംഗം വായിച്ചാൽ, MV ഗോവിന്ദന്റെ മുഖപ്രസംഗം വായിച്ചാൽ പോലും അദാനിക്ക് ക്ലീൻ ചിറ്റ് ഉണ്ട്, അദാനിയെ പ്രശ്നമില്ല. അവിടെ സതീശൻ ഡീൽ നടത്തി. അപ്പൊ സതീശൻ VD സതീശൻ മുഖ്യമന്ത്രി ഡീല് നടത്തേണ്ട ആൾക്ക് അവർക്ക് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ കഴിയും, അവരെ പാർട്ട്ണർ എന്ന് ഒരു പൊതുവേദിയിൽ ഉയർത്തിക്കാണിക്കാൻ കഴിയും. പക്ഷേ ഇവിടെ ആരോപണം എന്ത് എന്ന് പോലും കൃത്യമായി പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണോ ഈ നേതാക്കൾക്കൊക്കെ, മുതിർന്ന നേതാക്കൾക്കൊക്കെ, തലമുതിർന്ന നേതാക്കൾക്ക് അവസാനം ഗതികെട്ട് പറയേണ്ടി വരികയാണോ? തീർച്ചയായിട്ടും അത് ഈ കേരള ഗവൺമെൻറ്റാണ് 2025 ഈ MSC കമ്പനിയുടെ ജനീവയിലുള്ള ഹെഡ്ക്വാർട്ടേഴ്സിലെ 2 പ്രതിനിധികളെ തിരുവനന്തപുരത്തേക്ക് ക്ഷണിക്കുകയും ആ പ്രതിനിധികൾ വന്ന് ഇപ്പോൾ അവർ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിന് ആധാരമായിട്ടുള്ള വ്യക്തമായ പദ്ധതി അവർ പ്രസൻറ്റേഷൻ സഹിതം ആ കോൺക്ലേവിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അവർ ആ കോൺക്ലേവിൽ അവതരിപ്പിച്ച ആ പദ്ധതിയാണ് ഇപ്പോൾ ഈ നടപ്പിലാക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു കമ്പനിയെ സംബന്ധിച്ച്, ഇപ്പോൾ അദാനി പോർട്ടിനെ സംബന്ധിച്ചാണെങ്കിൽ അവർ ഗവൺമെൻറ്റിനെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ്, ഗവൺമെൻറ് തുടർച്ചയല്ലേ. അപ്പോൾ ഈ ഒരു പദ്ധതി നടക്കാൻ പോകുന്ന 1 വർഷത്തിന് മുമ്പ് തന്നെ അഡാനി പോർട്ട് ഇത് ഗവൺമെൻറ് അറിയിക്കുകയും അതിൻ്റെ പശ്ചാത്തലത്തിലൂടെ ആയിരിക്കും MSCയുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ ജനീവയിലെ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് അവരവിടെ വിളിച്ചു വരുത്തുകയും അവർ കോൺക്ലേവിൽ ആ പ്രസൻറ്റേഷൻ സഹിതം ആ പദ്ധതി അവതരിപ്പിക്കുകയും ചെയ്ത് അതിൻ്റെ ഒരു മെറ്റീരിയലെ അതെന്താ യാഥാർത്ഥ്യമാവുന്നൊരു സന്ദർഭമാണിപ്പം ഈ ഓഹരി കൈമാറ്റമൊക്കെ. അപ്പോൾ ഒരു പക്ഷേങ്കിൽ ആ കമ്പനിയെ സംബന്ധിച്ചിട്ട് ഒരു പക്ഷേ അവർ ഗവൺമെൻറ്റിനെ പൂർണ്ണമായിട്ട് അറിയിച്ചുകൊണ്ടിരുന്നതായിരിക്കാം. അപ്പോൾ ഗവൺമെൻറ് തുടർച്ചയാണ്. ഈ പുതിയ ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടുണ്ടോ ഇല്ലയോ, അതൊക്കെ ഈ അനൗപചാരികമായിട്ട് നടക്കുന്ന ചർച്ചകളും മറ്റൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മുടെ മുമ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഇത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. അതൃപ്തി അറിയിച്ചു.
ഇനി അഥവാ ഏതെങ്കിലും വയലേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്പ്യൂട്ടിനുള്ള സ്കോപ്പ് ഉണ്ട്. ആ ഡിസ്പ്യൂട്ട് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് എഞ്ചിനീയർ എന്ന് പറഞ്ഞൊരു പ്രാഥമിക സംവിധാനമുണ്ട്, അവിടെയൊക്കെ റെഫർ ചെയ്യുക. അവിടെയും ശരിയായില്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിലുള്ള ആർബിട്രൽ ബോഡിയുണ്ട്, അവിടെ ശരിയാക്കുക. ഇത് ഒരു അതിർത്തി അറിയിച്ചു, അവളോട് ആ പ്രശ്നം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് ഈ പാർട്ടിക്കകത്ത് വിള്ളലുണ്ട് എന്ന് നമ്മൾ കാണുന്നത് ശരിയല്ല. ഈ നേതൃത്വത്തെ ശ്രീ പിണറായി വിജയൻ്റെയും എം വി ഗോവിന്ദിൻ്റെയും കെ രാഗേഷിൻ്റെയും അതേപോലെ നമ്മുടെ ശ്രീ ബ്രിട്ടാസിൻ്റെയും ഒക്കെ ആ നേതൃത്വത്തിൽ അവരുടെ പിടിയിലാണ് ഇപ്പോഴും പാർട്ടി ഇരിക്കുന്നത്. ആ പിടിയിൽ നിന്ന് പാർട്ടിയെ മോചിപ്പിക്കുക, ആ മോചനത്തിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സംഘടിതമായി അവരാരംഭിച്ചിരിക്കുന്നത്. അത് അവരുടെ തിരിച്ചറിവിൻ്റെ പശ്ചാത്തലത്തിലാണ്. ആ തിരിച്ചറിവ് അവർക്ക് വ്യക്തമായി ഉണ്ടായത് തളിപ്പറമ്പിൽ നിന്നും പയ്യന്നൂരിൽ നിന്നുമാണ് എന്നുള്ളതും വ്യക്തമാണ്. അപ്പോൾ ഇതിനകത്തൊരു വലിയൊരു ഗതികേട് പാർട്ടി നേരിടുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പാർട്ടിയിൽ കഴിഞ്ഞ 4 നൂറ്റാണ്ടോളമായിട്ട് പിണറായി വിജയൻ മാത്രമാണ് പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പിണറായി വിജയൻ മാറിക്കഴിഞ്ഞാൽ മറ്റൊരു നേതാവ് ആര് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഈവൻ ശ്രീ എം എ ബേബിക്ക് പോലും ഒരു ജനകീയ നേതാവായിട്ടോ അതല്ലെങ്കിൽ അതേപോലെ ഒരു മാസ് ലീഡറായിട്ട് ഇന്നിപ്പോൾ ഈ ഒരു കഴിഞ്ഞ 25 വർഷക്കാലമായിട്ടുള്ള ഈ പാർട്ടിയുടെ ആ സ്വഭാവം നിമിത്തം അങ്ങനൊരു നേതാവ് ഉയർന്നു വരാനില്ല. അതാണ് ഇപ്പം ശരിക്കും പറഞ്ഞാൽ CPM നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി. കാരണം ഒരു നേതാവ് വളരെ ആവശ്യമാണ്. ഇത്തരം ഒരു ഘട്ടത്തിൽ ഒരു നേതാവ് വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി പഠിക്കാൻ വേണ്ടി കേന്ദ്ര കമ്മിറ്റി യോഗം ചേരാൻ പോവുകയാണ് വരുന്ന 3 ദിവസം. അത് കഴിഞ്ഞ് ഓഗസ്റ്റിൽ വിശാല സംസ്ഥാന കമ്മിറ്റി ചേരാൻ പോകുന്നുണ്ട്. അവിടെയും തിരുത്തലുകളൊക്കെ ഉണ്ടാകുമെന്ന്. പക്ഷേ ഈ പഠിക്കുന്നു, കേൾക്കുന്നു, പറയുന്നു എന്നതിലപ്പുറം ഈ ഒരു മുഖമായിരുന്നു തെരഞ്ഞെടുപ്പിനെ അവതരിപ്പിച്ചത്. ഒരൊറ്റ മുഖം, പിണറായി വിജയൻ എന്ന ഒരൊറ്റ നേതാവിനെ മുൻനിർത്തിയാണ് തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. ജനം അത് തിരസ്കരിച്ചു. അത് പിണറായി വിജയൻ എന്ന നേതാവിനെ കൂടിയാണ് അവർ തിരസ്കരിച്ചത്. അപ്പോൾ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് അദ്ദേഹം വീണ്ടും വരുമ്പോൾ ജനം നോ പറഞ്ഞ ഒരാളാണ് വീണ്ടും നയിക്കുന്നത്. അത് പാർട്ടി തിരിച്ചറിയുന്നുണ്ടോ? അല്ല, പാർട്ടി തിരിച്ചറിയേണ്ടതായ ഒരു വസ്തുത, ഒരു പ്രാഥമികമായ വസ്തുത പിണറായി വിജയനോടുള്ള ഈ എതിർപ്പ് അല്ലെങ്കിൽ അസംതൃപ്തി തന്നെയാണ്. പക്ഷെ അത് പാർട്ടിക്ക് മനസ്സിലാവുന്നില്ല. മനസ്സിലായാലും അത് തുറന്ന് പറയുന്നതിന് ആരും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് വീണ്ടും പിണറായി വിജയൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് ഒരു ചോദ്യം ചെയ്യപ്പെടാത്ത, അല്ലെങ്കിൽ ചെയ്യപ്പെടാൻ പാടില്ലാത്ത ഒരു നേതാവ് എന്ന നിലയിലാണ് ഇപ്പോഴും പ്രതിപക്ഷ നേതാവിനെ നമ്മൾ കാണുന്നത്, അല്ലെങ്കിൽ പാർട്ടി കാണുന്നത്. അത് വലിയ അപകടം ചെയ്യും. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന് ഒരു 3 മാസം മുമ്പ് തന്നെ ഞാൻ പരസ്യമായി ഒരു ലേഖനം എഴുതിയിട്ടുള്ളതാണ്. ഈ 3ാം വട്ടത്തിലേക്കുള്ള പ്രവേശം, അല്ലെങ്കിൽ 10 കഴിഞ്ഞ് 15 വർഷത്തെ ഭരണത്തിന് വേണ്ടിയുള്ള ശ്രമം, അത് വലിയ അപകടം. അത് പിണറായി ആയതുകൊണ്ടോ LDF ആയതുകൊണ്ടോ CPM ആയതുകൊണ്ടോ അല്ല പറയുന്നത്. നമ്മുടെ ജനാധിപത്യത്തിൽ ഈ ഭരണം എന്ന് പറയുന്നത് ഹ്രസ്വകാലത്തേക്കാവണം. ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കാലാവധി എത്രയാണ്? 4 വർഷമാണ്. ഒന്നുകൂടി ജയിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട്, മത്സരിക്കാൻ. എങ്കിൽ അത് ഒരു 4 കൂടി, അപ്പോൾ 8 വർഷമേ ഉള്ളൂ. അതിന് പകരം 5, 10, 15 പിന്നെയും അപ്പുറത്തേക്ക് ഈ ആജീവനാന്ത അധികാരം എന്ന് പറയുന്നത്, അത് കമ്മ്യൂണിസ്റ്റുകളുടെ പാർട്ടിയുടെയൊക്കെ ഒരു രീതിയായിരിക്കാം അത്. പക്ഷേ നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൽ അത് വലിയ അപകടത്തിന് കാരണമാകും. അതുകൊണ്ട് ഇവിടെ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി VS ജീവിച്ചിരുന്ന കാലത്ത് പോലും അതൊക്കെ ഉൾപ്പെടെ എല്ലാം പാർട്ടി എന്ന് പറഞ്ഞാൽ അത് ഒരാൾ. പണ്ട് നമ്മൾ അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പിൽ കേട്ടില്ലേ, ഇന്ദിര ഈസ് ഇന്ത്യ, ഇന്ത്യ ഈസ് ഇന്ദിര എന്ന് പറയുന്ന ആ അവസ്ഥയിലാണ് ഇപ്പോൾ കേരളത്തിൽ. CPM എന്ന് പറഞ്ഞാൽ പിണറായി, പിണറായി എന്ന് പറഞ്ഞാൽ CPM. അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പറയുന്നത്. അത് അദ്ദേഹത്തിനും ഗുണം ചെയ്യില്ല, പാർട്ടിക്കും ഗുണം ചെയ്യില്ല, സംസ്ഥാനത്തിനും ഗുണം ചെയ്യില്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ പാർട്ടിയെ കൊണ്ടുവന്ന് എത്തിച്ചതിന് ശേഷമാണ് ഇപ്പോൾ പ്രമുഖരായ നേതാക്കൾ ചോദിക്കുന്നത് പിണറായി അല്ലാതെ പിന്നെ ആരുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരു മുദ്രാവാക്യം ഇലക്ഷൻ കാലത്ത് നമ്മൾ കണ്ടു, ഈ ഹോർഡിങ്ങിലെല്ലാം. അത് ജനങ്ങൾ നിരാകരിച്ച മുദ്രാവാക്യമാണ്. ഇപ്പോഴും ആ ചോദ്യം ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. പിണറായി അല്ലാതെ പ്രതിപക്ഷ നേതാവാകുന്നതിന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചെയ്യുന്നതിന് മറ്റാരുണ്ട് എന്ന് ചോദിച്ചാൽ അതാണ് യാഥാർത്ഥ്യമെങ്കിൽ അതിൻ്റെ ഉത്തരവാദി ആരാണ്? ആ ഉത്തരവാദിത്വവും പാർട്ടി തന്നെ ഏറ്റെടുക്കണം. എല്ലാ സംവിധാനങ്ങളിലും, ഭരണ സംവിധാനങ്ങളിലും പാർട്ടി സംവിധാനങ്ങളിലും എല്ലാം എപ്പോഴും ഒരു 2ാം നിര നേതൃത്വം ഉണ്ടാകും. അത് വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇപ്പോഴും ഒരേ ഒരു നേതാവിനെ ആശ്രയിച്ചാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പാർട്ടി ശ്രമിക്കുന്നതെങ്കിൽ
അത് വളരെ ഗുരുതരമായ ഒരു ദുരന്തം ഈ പാർട്ടിയെ കാത്തിരിക്കുന്നു എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. ശരി, ശ്രീ എം എൻ കാരശ്ശേരി, എല്ലാവരും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ രണ്ടാം നിര മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളതായിരുന്നു ചോദ്യം. മറ്റാളുകളുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഇപ്പം പിണറായി അല്ലാതെ അടുത്തൊരു നിരയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ, അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വീഴ്ചയുണ്ടായോ? തീർച്ചയായും. ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ എല്ലാത്തിനോടും എനിക്ക് യോജിപ്പാണ്. കാരണം നമ്മൾ CPM-നെ വിമർശിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെ ഉപദേശം വേണ്ട എന്ന് എൻ്റെ ചില CPM സുഹൃത്തുക്കൾ തമാശയായിട്ട് പരിഹസിച്ച് പറയാറ്. നമ്മൾ പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അപകടാവസ്ഥയെ പറ്റിയാണ്. കാരണം ഞാൻ ആവർത്തിക്കുകയാണത്, ഭരണപക്ഷം പോലെ പ്രസക്തമാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്കകത്ത് ഈ തരത്തിലുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ, അങ്ങനെയാണല്ലോ മാർസിൻ്റെ തിയറി, ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ മൂർച്ഛിച്ച് തകരുന്നു എന്നാണ്. എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രവണതകൾക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അത് ചരിത്രത്തിൻ്റെ സ്വഭാവമാണ് എന്നാണ് മാർസ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നിർഭാഗ്യവശാൽ തെറ്റ് തിരുത്തുന്നതിന് പകരം തമ്മിൽ തല്ലുക എന്നുള്ളൊരു സംഗതി കാണുന്നത് വലിയ കട്ടാണ്. കാരണം ഇത്രയൊക്കെ നമ്മുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊരു പാർട്ടി, ഇപ്പോഴത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി ഈ തരത്തിൽ ഒരു നാഥനില്ലാ കളരിയായിട്ട് തീരുക, അവിടെ രണ്ടാം തര നേതാക്കന്മാരാരുമില്ല, വേറൊരു പേരേ പറയാനില്ല എന്നൊക്കെ ഈ തരത്തിലാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ അതിപ്പോൾ റഷ്യയിലെ കഥയാണെങ്കിൽ എത്ര കാലമാണ് ലെനിൻ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാലിനാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹം തുടരുകയാണ്. അപ്പോൾ വേറൊരു നേതാവിൻ്റെ പേര് പറയാനില്ല എന്നത് സാധാരണഗതിയിൽ ആ പാർട്ടിക്കകത്ത് ഏതളവിലുള്ള ഏകാധിപത്യം നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ നമുക്കൊക്കെ അറിയുന്നൊരു കാര്യം. അതിനൊരു പുതിയ തെളിവായിട്ടാണ് അത് വരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം ശക്തമല്ല എന്ന് ഞാൻ പറഞ്ഞതിനെപ്പറ്റി പരാതി കേട്ടു. പ്രതിപക്ഷ നേതാവിനോട് തൊട്ടടുത്തിരിക്കുന്ന മുൻ മന്ത്രി ശ്രീ ബാലഗോപാൽ പറയാണല്ലോ പ്രതിപക്ഷ നേതാവ് അതിലും പറയണം. അതിപ്പോൾ നമ്മൾ കണ്ടൊരു രംഗമാണ്. അപ്പോൾ ശക്തമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ശ്രീ ബാലഗോപാലിൻ്റെ ആ അപേക്ഷ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞു കയറിയേ പറ്റില്ല, നമ്മൾ പ്രതിരോധിക്കണം, താങ്കൾ സംസാരിക്കണം എന്ന് പിണറായിയോട് അദ്ദേഹം പറയുന്നത് നമ്മൾ കണ്ടു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ദേശീയതയിലൊക്കെ വിശ്വാസമുള്ള പുരോഗമന സ്വഭാവമുള്ള പാർട്ടികൾ അപ്പുറപ്പുറമായിട്ട് നിലനിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ CPM-നകത്തെ ഇത്തരം തർക്കങ്ങളെപ്പറ്റി ഞാനത് ആവർത്തിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി ഒട്ടും സന്തുഷ്ടനല്ല. അത് അവർ തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ടതാണ്. അത് തീർത്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലൂടെ ആവർത്തിക്കുകയാണ്, അതിൻ്റെ ഗുണഭോക്താവായിട്ട് കേരളത്തിലുള്ളത് BJP ആണ് എന്ന് നമ്മളെല്ലാവരും, അത് പൊതുശത്രുവാണല്ലോ, ഇന്ത്യ ബ്ലോക്കിൻ്റെ ശത്രു എന്ന് പറയുന്നത് BJP ആണല്ലോ. ആ കാര്യങ്ങൾ നമ്മളിതിനെപ്പറ്റി വിമർശിക്കുമ്പോഴും അത് അപഗ്രഥിക്കുമ്പോഴൊക്കെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം. ശരി, ഒരു ഇടവേള എടുത്ത് വളരെ പെട്ടെന്ന് തിരിച്ചു വരാം. ശ്രീ KG ജ്യോതിർഘോഷ്, ഒരുപക്ഷെ താങ്കൾക്ക് ഓർമ്മയുണ്ടാകും, MV ഗോവിന്ദനെ പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുത്ത സമയത്ത് പിണങ്ങി നിന്ന, പരിഭവിച്ചു നിന്ന EP ജയരാജനെ, യോഗങ്ങളിൽ നിന്നൊക്കെ മാറി നിന്ന ഒരു EP ജയരാജൻ ഉണ്ടായിരുന്നു. പിന്നീട് കുറച്ചു കാലത്തിന് ശേഷമാണ് പാർട്ടി പരിപാടികളിലേക്കൊക്കെ അദ്ദേഹം തിരിച്ചു മടങ്ങി വന്നത്. ഇതിപ്പോൾ മാറി നിൽക്കുകയോ പരിഭവിച്ച് നിൽക്കുകയോ പിണങ്ങി നിൽക്കുകയോ ചെയ്യുകയല്ല, തുറന്നു പറയുകയാണ്, സ്വന്തം അഭിപ്രായം തുറന്നു പറയുകയാണ്, പാർട്ടി നിലപാടിനെതിരെ പരസ്യമായി വന്ന് പറയുകയാണ്. ഇതിനെ എങ്ങനെ വ്യാഖ്യാനിക്കണം? പിണറായി വിജയനെതിരായ ഒരു പടനീക്കമായി വ്യാഖ്യാനിക്കണം? തീർച്ചയായിട്ടും പിണറായി വിജയനെയും ശ്രീ MV ഗോവിന്ദനെയും ആ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റുക എന്ന ഒരു ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇതിനകത്ത് വിശേഷിച്ചും കണ്ണൂരിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ അവർ സംയുക്തമായി ആലോചിച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു പരിപാടിയുടെ ഭാഗം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് വിഭാഗീയതയല്ല, വിഭാഗീയത VS-ൻ്റെ കാലത്തുണ്ടായിരുന്ന വിഭാഗീയതയായിരുന്നു. ഇപ്പോൾ വിഭാഗീയതയല്ല. ഈ രണ്ട്, വിശേഷിച്ചും പിണറായിയെ മാറ്റിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും
എം വി ഗോവിന്ദൻ മാസ്റ്റർ മാറിക്കഴിഞ്ഞു. അതുകൊണ്ട് പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുക, നേതൃത്വത്തിൽ നിന്ന് മാറ്റുക. കാരണം പിണറായി വിജയനെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യങ്ങൾ സാധിച്ചു കഴിഞ്ഞു. അദ്ദേഹത്തിന് ഈ VS-ഉമായിട്ടുള്ള വിഭാഗീയതയുടെ സമയത്ത് പോലും അദ്ദേഹത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി കസേരയായിരുന്നു. അവിടെ അദ്ദേഹം വളരെ വിദഗ്ധമായിട്ടെത്തി. ശരിക്കും പറഞ്ഞാൽ ക്ഷോഭമാർന്ന, നമ്മളൊക്കെ പല സന്ദർഭങ്ങളിലും വിചാരിച്ചിട്ടുണ്ട് പിണറായി വിജയൻ്റെ ഈ രാഷ്ട്രീയ എന്താ പറയുക ഭാവി കഴിഞ്ഞു എന്നൊക്കെ വിശ്വസിക്കുന്ന പല ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. അതിനെയൊക്കെ അദ്ദേഹം അതിജീവിച്ച് അദ്ദേഹത്തിൻ്റെ ലക്ഷ്യസ്ഥാനത്തെത്തി. ഇപ്പം അദ്ദേഹം പ്രതിപക്ഷ നേതാവുമായി. ഇനിയിപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് ശരിക്കും റിട്ടയർമെൻറ്റ് ഈ പാർട്ടിയുടെ ഈ നിലവിലുള്ള രീതി അനുസരിച്ചിട്ടാണ് റിട്ടയർമെൻറ്റിൻ്റെ കാലവും കഴിഞ്ഞിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്നിട്ട് പോലും അദ്ദേഹം ഇരിക്കുന്ന സ്ഥിതിയിൽ അദ്ദേഹത്തിനെ മാറ്റുക എന്നുള്ളൊരു സിംഗിൾ പോയിൻ്റ് അജണ്ടയാണ് ഈ പാർട്ടിക്കകത്ത് നിലവിലുള്ളത്. ഇപ്പോൾ ഇതിനകത്ത് പാർട്ടി നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ രണ്ടാം നിര നേതാക്കൾ ഇല്ല എന്നുള്ളത്. അതെന്തുകൊണ്ടില്ല എന്നുള്ളതും കൂടെ പഠന വിഷയമാക്കേണ്ടതാണ്. കാരണം ഈ രണ്ടാം നിരയും മൂന്നാം നിരയും ഇപ്പോൾ പാർട്ടിയിലുള്ള സകല നിരകൾക്കും ആശ്രിതത്വ സ്വഭാവം ഉള്ള നേതാക്കന്മാരാണ്. പിണറായിയിൽ ആശ്രിതരായിട്ടുള്ള നേതാക്കന്മാരാണ്. കാരണം VS പക്ഷത്ത് നിന്ന് ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നു. അവരൊക്കെ കീഴടങ്ങി, അതുപോലെ പിണറായിയുടെ മുമ്പിൽ ഒന്ന് കീഴടങ്ങി ആ പക്ഷത്തേക്ക് ചേർന്നു. അങ്ങനെ എല്ലാവരും പിണറായിയുടെ ആശ്രിതരായി വന്നിട്ടുള്ളവരാണ് രണ്ടാം നിര മുതൽ താഴേക്കുള്ള നേതൃത്വങ്ങൾ മുഴുവൻ. അതുകൊണ്ടാണ് ഒരു നേതാവിന് ആ പാർട്ടിയിൽ നിന്ന് ഉയർന്നു വരികയോ അതല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ ഭാഷ സംസാരിക്കാനുള്ള ശേഷിയോ ഇല്ലാതായി മാറിയിരിക്കുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കഴിഞ്ഞ ഒരു 15 വർഷം എടുത്ത് നോക്കുക. മോശപ്പെട്ട അല്ലെങ്കിൽ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ഉപയോഗിക്കാൻ പറ്റാത്ത വാക്കുകളുടെ ഘോഷയാത്രയോ വാചകങ്ങളുടെ ഘോഷയാത്രയോ അല്ലാതെ ഒരു കൊച്ചു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു അഡോളസൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാർത്ഥിക്ക് ഏതെങ്കിലും ഒരു വാചകം ഏതെങ്കിലും ഈ നേതാക്കന്മാരുടെ വായിൽ നിന്ന് കേട്ടിട്ട് രണ്ടാമതൊന്ന് ആലോചിച്ച് ആ കുട്ടിയിലോ അല്ലെങ്കിൽ ആ യുവാവിലോ യുവതിയിലോ ഒരു പുതിയ ആശയം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഒരു വാചകമെങ്കിലും പറയാൻ ശേഷിയുള്ള ഏതെങ്കിലും ഒരു നേതാവ് ഇന്ന് നിലവിലുണ്ടോ? അവർ മൈക്കിൻ്റെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ ദൂഷ്യങ്ങളും കുറ്റങ്ങളും പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ വേറെ പാർട്ടിയാണ്, അതുപോലെയല്ല ഞങ്ങൾ. മറ്റുള്ളവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ നീളൻ സീരിയലുകളിലെ അമ്മായിയമ്മ മരുമകൾ പോരുണ്ട്. ആ പോരുകൾ പോലുള്ള ആ ഒരു സംഭാഷണ രീതിയാണ് എല്ലാ വേദികളിലും നമ്മൾ കേൾക്കുക. മറ്റുള്ളവൻ്റെ ഇത് നമ്മുടെ കേരള സമൂഹത്തിൽ തന്നെ വലിയ അപകടം ഉണ്ടായിട്ടുണ്ട്. കാര്യം കുടുംബങ്ങളിൽ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയുന്നൊരു സ്വഭാവം വന്ന് തമ്മിലടിയായി കേരളത്തിൻ്റെ കുടുംബ വ്യവസ്ഥ പോലും തകരുന്ന ഒരവസ്ഥയിലേക്ക് എത്തി നിൽക്കുക ചെയ്യുന്നത് സാംസ്കാരികമായിട്ട്. അപ്പോൾ ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ഒരു നല്ല വാചകം പോലും ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് എടുത്ത് നോക്കുക. ഏതെങ്കിലും ഒരു മോശപ്പെട്ട വാചകങ്ങളല്ലാതെ ഏതെങ്കിലും ഒരു നല്ല വാചകം. ഇപ്പോൾ പണ്ട് EMS ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമുക്ക് കാത്തിരിക്കുമായിരുന്നു. കാര്യം എന്തെങ്കിലും ഒരു സാധനം കിട്ടും. ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയാത്തവർക്ക് എങ്ങനെ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയും? ഇപ്പോഴും നമ്മുടെ മനസ്സിലൊക്കെ അതിൻ്റെ ഒരു ഭംഗിയുണ്ട്, ആ കോയിനേജിൻ്റെ ഭംഗിയുണ്ട്. അതുപോലെ ഒരു സംഗതി പോലും ഇവർക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. ആകെ ഉണ്ടാക്കാൻ കഴിഞ്ഞത് LDF അല്ലാതെ അല്ലെങ്കിൽ പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്നുള്ള സംഗതി. അവിടെയാണ് ഇതിൻ്റെ ദാരിദ്ര്യം. ഇതിൻ്റെ ആന്തരികമായ ദാരിദ്ര്യം എന്ന് പറയുന്നത് സാംസ്കാരികമായ ദാരിദ്ര്യമാണ്. ഈ സാംസ്കാരികമായ ദാരിദ്ര്യത്തെ ഒരു സുപ്രഭാതത്തിലോ അതല്ലെങ്കിൽ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ നേരിടാൻ പറ്റത്തില്ല. അത് സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ സാംസ്കാരികമായ അവസ്ഥയെ അതിനെ വിപരീത അവസ്ഥയിലേക്ക് കൊണ്ടുപോകാൻ ശേഷിയുള്ള ഒരു നേതാവ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പാർട്ടിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ VS എന്തുകൊണ്ടാണ് VS പറഞ്ഞതുപോലെ 80കളുടെയൊക്കെ അവസാനത്തിൽ VS ഒരു മനുഷ്യരോടും ചിരിക്കാത്ത അസംബ്ലിയിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ അവറൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ലൈബ്രറിയിൽ പോയിരുന്ന് ഈ ക്വസ്റ്റ്യൻ്റെ ഡീറ്റെയിൽസ് നോക്കും. അന്നൊന്നും VS ആരോടും നോക്കത്തില്ല, VS ചിരിക്കില്ല, ഇങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷെ ഒരു സുപ്രഭാതത്തിൽ VSൻ്റെ നിലപാടും സ്വഭാവവും രീതികളും പാടെ മാറ്റാൻ തീരുമാനിച്ചു. മാറ്റി അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തിയും വാചകങ്ങളും ജനങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി. ജനങ്ങൾ അദ്ദേഹത്തെ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൊച്ചു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഏറ്റെടുത്തു. അതുവരെ അരോചകമായിരുന്ന VSൻ്റെ പ്രസംഗത്തിൻ്റെ ശൈലി കേരളത്തിലെ ജനങ്ങൾ സംഗീതം പോലെ ആസ്വദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ അവിടെയാണ് VSനുണ്ടായ ഒരു മാറ്റം വരുന്നത്. അതുപോലെ VSനെ പോലെ ആകണമെന്നല്ല പറഞ്ഞത്. ഒരു പുതിയ ആശയം വയ്ക്കുന്ന ഒരു രീതിയിൽ സംസാരിക്കുന്ന വ്യക്തി, ഒരു പുതിയ ആശയം മുമ്പോട്ട് വയ്ക്കുന്ന വ്യക്തി. ഈ മാറുന്ന കാലമാണ്. ഈ കാലത്തെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വരുന്നു. ഇതിനെ എങ്ങനെ നമുക്ക്
മനുഷ്യൻ്റെ ഇൻ്റലിജൻസിനെ മുകളിലേക്ക് സ്ഥാപിക്കാം. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളും സംഭാഷണങ്ങളും വരുമ്പോഴാണ് രാഷ്ട്രീയം സംഭവിക്കുന്നത്. അല്ലാതെ മറിച്ച് സ്റ്റേജിൽ കയറി നിന്ന് മറ്റവരെ മുഴുവൻ തെറി പറയുക, അവർ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഒരു വളരെ അധമരാക്കി ചിത്രീകരിക്കുകയും അവരെ അധമരാക്കിക്കൊണ്ട് ഞങ്ങളെ നോക്കൂ, ഞങ്ങൾ എത്ര മാന്യന്മാർ, നിങ്ങൾ ഞങ്ങളെ സ്വീകരിക്കൂ, നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഞങ്ങളെ പരാജയപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റുപറ്റിയിരിക്കുന്നു എന്ന് പറയുന്ന ഒരു സാംസ്കാരികമായ അവസ്ഥയിലേക്ക് ഈ പാർട്ടി എത്തിയിരിക്കുന്നു. ആ പ്രതിസന്ധി പാർട്ടിയുടെ മാത്രം പ്രതിസന്ധിയല്ല, കേരളത്തിൻ്റെ മുഴുവൻ പ്രതിസന്ധിയാണത്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ഇപ്പം നമ്മൾ CPM-നുള്ളിൽ ഭിന്ന സ്വരങ്ങൾ ഉയരുന്നു എന്ന് സംസാരിച്ചു. പക്ഷെ അത് മാത്രമല്ല, നോക്കൂ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, നിയമസഭാ സമ്മേളനം ചേർന്നു, ആഡ് ഓൺ ബജറ്റ് വരെ അവതരിപ്പിച്ചു. പക്ഷേ LDF-ന് ഇതുവരെ അവരുടെ പാർലമെന്ററി പാർട്ടി യോഗം ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതായത് പാർട്ടിക്കുള്ളിൽ മാത്രമല്ല മുന്നണിയിലും പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇല്ല. ഇന്ന് D. രാജ അടക്കം പറഞ്ഞിട്ടുണ്ട് പ്രതിപക്ഷ ഉപനേതൃ പദവി അത് CPIക്ക് അർഹതപ്പെട്ടതാണ്. പക്ഷേ ഒരു ആവശ്യം CPI മുന്നോട്ട് വെക്കുമ്പോൾ അതിനെ കേൾക്കാനോ അതിലൊരു ചർച്ചയ്ക്കോ തയ്യാറാകുന്നില്ല. ഇല്ല, ഒറ്റയടിക്ക് പറയുകയാണ് അത് ഞങ്ങളുടേതാണെന്ന്. അങ്ങനെയാണോ ഒരു മുന്നണി മുന്നോട്ട് പോകേണ്ടത്? അതെ, പ്രതിപക്ഷ നേതാവ് എന്നല്ലാതെ പ്രതിപക്ഷ ഉപനേതാവ് എന്നൊരു തസ്തിക ഉള്ളതായി എനിക്കറിയില്ല. നിയമസഭയിലോ പാർലമെൻറ്റിലോ അങ്ങനെ ഒരു തസ്തിക ഞാൻ കണ്ടിട്ടുമില്ല. പക്ഷേ ഇവിടെ ഇപ്പോൾ CPI അങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. വളരെ ഇൻസിഗ്നിഫിക്കൻ്റായ, ഒരു പ്രാധാന്യവുമില്ലാത്ത ഒരു കസേര അത് CPI ഒരു പ്രധാനപ്പെട്ട ഘടകകക്ഷിയല്ലേ ചോദിക്കുമ്പോൾ അത് കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനുള്ള കാരണങ്ങൾ ന്യായമായി മാന്യമായി അവരെ പറഞ്ഞ് മനസ്സിലാക്കാം. അതിന് പകരമുള്ള പ്രതികരണം പിണറായിയുടെ എന്തായിരുന്നു? നമ്മളിപ്പോൾ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും പോകണ്ട. ഈ പിണറായി വിജയൻ എന്ന വ്യക്തി അത് നിസ്സാരക്കാരനൊന്നുമല്ലല്ലോ. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കേരളത്തിലെ പൊതുസമൂഹത്തിന് മാത്രമല്ല സ്വന്തം പാർട്ടിക്കാർക്ക് തന്നെ അസ്വീകാര്യനായി തീർന്നത് എന്തുകൊണ്ടാണ്? ഈ സംസാര രീതി കൊണ്ടാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, 13 മന്ത്രിമാർ, 50 MLA-മാർ ഒക്കെ തോൽക്കത്തക്ക രീതിയിൽ അത്ര മോശമായ ഒരു ഭരണം ആയിരുന്നില്ല പിണറായി വിജയൻ്റേത്. പക്ഷേ അത് സംഭവിച്ചു. അത് സംഭവിക്കാൻ കാരണം ഒരു മാന്യമായ സംസ്കാരചിത്തമായ ഒരു സംസ്കൃതമായ ഒരു സമൂഹമല്ലേ നമ്മുടേത്. നമുക്ക് സ്വീകാര്യമല്ലാത്ത, യോജിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പദങ്ങളും പദാവലികളും വിശേഷണങ്ങളും ഒക്കെ വരുന്നു. മറ്റുള്ളവരോട് കാണിക്കുന്ന ഒരു അസഹിഷ്ണുത, അതാണ് CPIയോട് ന്യായമായി പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതായ ഒരു കാര്യം. അവരെ ഹർട്ട് ചെയ്യുന്ന രീതിയിൽ, അവർക്കുണ്ടല്ലോ ഒരു ആത്മാഭിമാനമൊക്കെ, അതിനെ ഹർട്ട് ചെയ്യുന്ന രീതിയിലുള്ള വർത്തമാനം, ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ വരുമ്പോൾ ജനങ്ങൾക്ക് റിയാക്ട് ചെയ്യാൻ കഴിയും. ആ റിയാക്ഷൻ ആണ് നമ്മൾ തിരഞ്ഞെടുപ്പിൽ കണ്ടത്. മറ്റുള്ളവർക്കും അതിനുള്ള അവസരം കിട്ടി എന്ന് വന്നേക്കാം. നമ്മളിപ്പോൾ ഈ ചർച്ച നടക്കുമ്പോൾ തന്നെ മാതൃഭൂമി ന്യൂസിൽ എഴുതി കാണിക്കുന്നതൊക്കെ DYFയുടെ കോട്ടയം സമ്മേളനത്തെക്കുറിച്ചാണ്. അവിടെയും ആ യുവാക്കൾ എന്താണ് പറയുന്നത്? നമ്മളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ കാര്യങ്ങൾ തന്നെ കൂടുതൽ ശക്തമായി ആ യുവാക്കൾ അവിടെ ഉന്നയിക്കുകയാണ്. അപ്പോൾ അതിനുള്ള ധൈര്യം അവർക്ക് വരുന്നുണ്ടെങ്കിൽ നമുക്കിനിപ്പോൾ നേതൃ ദാരിദ്ര്യത്തിൽ പാർട്ടി ഇങ്ങനെ അസ്തമിച്ചു പോകും എന്നൊക്കെ പറയുമ്പോഴും ആശങ്കപ്പെടുമ്പോഴും അതുപോലെയുള്ള യുവാക്കൾ അവർ ഉയർന്നു വരുമെങ്കിൽ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർക്ക് ഈ പാർട്ടിയെ ഏറ്റെടുത്തുകൊണ്ട് ഈ പാർട്ടിയെ സാൽവേജ് ചെയ്യാൻ ചിലപ്പോൾ കഴിഞ്ഞെന്ന് വന്നേക്കാം. ശരി, എന്തായാലും വിഴിഞ്ഞം വിഷയം വലിയ വിവാദമായി മുന്നോട്ട് കൊണ്ടുവന്നതാണ് ഇടതുപക്ഷം. അത് എത്രത്തോളം ഇനി മുന്നോട്ട് പോകും എന്ന് നമുക്കറിയില്ല. കാരണം ചോദ്യങ്ങൾ മാറുന്നു, പാർട്ടിയിൽ തന്നെ ഭിന്ന സ്വരങ്ങൾ, വിമത സ്വരങ്ങളൊക്കെ ഉയരുകയാണ്. അപ്പോൾ കൊണ്ടുവന്ന വിവാദത്തിൽ പോലും ഐക്യമില്ല. പ്രതിപക്ഷത്തിൽ വിള്ളൽ വീഴ്ത്തിയോ വിഴിഞ്ഞം എന്നുള്ളതാണ് ചോദ്യം. വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും തുടർ രാഷ്ട്രീയ പ്രതികരണങ്ങൾ എന്നുള്ളത് കൂടി കണ്ടറിയേണ്ടതുണ്ട്. തെറ്റ് തിരുത്താനുള്ള പ്രക്രിയയ്ക്കുള്ള യോഗങ്ങൾ ചേരാൻ പോവുകയാണ്. എന്തൊക്കെ തെറ്റുകൾ കണ്ടെത്തി മനസ്സിലാക്കി തിരുത്തും എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ പാനലിസ്റ്റുകൾക്കും, ചർച്ച കണ്ട പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും.